The Lord has been speaking to us His precious counsels. കർത്താവ് തന്റെ വിലയേറിയ ആലോചനകളെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. I would desire us to turn to the book of Ephesians, എഫേസ്യലേഖനം Chapter 1. അധ്യായത്തിലേക്ക് തിരിക്കണമെന്ന് ഞാൻ A ആഗ്രഹിക്കുന്നു. familiar scripture. I want to start there today. നമുക്ക് പരിചിതമായ ഒരു വേദഭാഗമാണ്. And verse 18. അവിടെയാണ് നാം ആരംഭിക്കുവാൻ പോകുന്നത്. 18-ാം വാക്യം. Paul is writing to the believers in Ephesus, എഫേസസിലുള്ള വിശ്വാസികൾക്കാണ് താൻ ഇത് എഴുതുന്നത്. and he says to them in verse 18, 18-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ he അവരോട് says, പറയുന്നു, the eyes of your understanding being enlightened, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് that he may know what is the hope of his calling, അവന്റെ വിളിയാലുള്ള ആശ എന്നതെന്നും and what the riches of the glory of his inheritance in the saints. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. Now, Paul is burdened to write to these believers, this church in Ephesus, എഫേസസിലുള്ള സഭയിലുള്ള വിശുദ്ധന്മാർക്ക് ഇത് എഴുതുവാൻ തനിക്കൊരു വലിയ ഭാരമുണ്ട്. the necessity for enlightenment. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കേണ്ട ആവശ്യത്തെ കുറിച്ചാണ് താൻ ഇവിടെ പറയുന്നത്. The necessity for enlightenment. ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടേണ്ട ആവശ്യകതയെ കുറിച്ച്. When Paul was with them, he ministered to them over 3 years. പൗലോസ് അവരോട് കൂടെ ആയിരുന്നപ്പോൾ നീണ്ട 3 വർഷക്കാലം He shared the ദൈവവചനം whole അവരോട് counsel of God സംസാരിച്ചു. with them. ദൈവത്തിന്റെ മുഴുവൻ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ അവരെ അറിയിച്ചു. They heard God's word. അവർ ദൈവവചനം കേട്ടതാണ്. The whole counsel of God they heard from Paul. ദൈവത്തിന്റെ ആലോചന മുഴുവനുമായും അവർ കേട്ടവരാണ്. He did not hide anything from them. അവരിൽ നിന്ന് താൻ യാതൊന്നും മറച്ചു വെച്ചില്ല. But he says, as we read in the book of Acts, he shared everything with them. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നത് പോലെ ദൈവ ആലോചനകളെ മുഴുവനുമായി താൻ അവരെ അറിയിച്ചു. Yes. Now, while writing this letter to them, ഈ ലേഖനം അവർക്ക് എഴുതുമ്പോൾ he is writing to them the necessity of enlightenment. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടേണ്ട ആവശ്യകതയെ കുറിച്ച് താൻ ഇവിടെ പ്രസ്താവിക്കുന്നു. The greatest need for them was the enlightenment of those things that they heard. അവർ കേട്ട കാര്യങ്ങളിലെ പ്രകാശനമായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം. That the understanding must be enlightened. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടേണ്ടത് As he അനിവാര്യമായിരുന്നു. says here, having the eyes of your heart or enlightened. ഈ വാക്യത്തിൽ പൗലോസ് പറയുന്ന പോലെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. Yes. Having the eyes of your mind enlightened. നിങ്ങളുടെ Some translation says the heart enlightened. നിങ്ങളുടെ ഹൃദയം പ്രകാശിച്ചിട്ടെന്നാണ് ചില പരിഭാഷകളിൽ പറഞ്ഞിരിക്കുന്നത്. In other words, he says that your understanding must be enlightened. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടേണ്ടതുണ്ട്. Yes. And what did he mean by that? അതുകൊണ്ട് താൻ എന്താണ് അർത്ഥമാക്കുന്നത്? That what you have heard may not go the way of the soul. നിങ്ങൾ കേട്ട കാര്യങ്ങൾ ആ പ്രാണന്റെ മണ്ഡലത്തിന്റെ വഴിയിൽ പോകരുത്. The soul realm, which is very active. ഈ പ്രാണന്റെ മണ്ഡലം വളരെ ക്രിയാത്മകമായ മണ്ഡലമാണ്. The soul realm where even there could be its own devotion to God. പ്രാണനുടെ മണ്ഡലത്തിൽ ദൈവത്തോടുള്ള അർപ്പണം കൂടെ ഉണ്ട്. Now where it has its own devotion towards God. ദൈവത്തോടുള്ള സമർപ്പണമുള്ള ഒരു മണ്ഡലമാണത്. There is a devotion in the realm of the soul towards God. ദൈവത്തിനായിട്ട് ഈ പ്രാണമണ്ഡലത്തിൽ ഒരു സമർപ്പണം ഉണ്ട്. Unka nahi bolo. The soul has its devotion towards God. പ്രാണന്റേതായ സമർപ്പണം ദൈവത്തോടുണ്ട്. Yes. The soul has
its own devotion towards God. പ്രാണന് തന്റെ സ്വന്തമായ സമർപ്പണങ്ങളൊക്കെ ഉണ്ട്. The soul has its own even acknowledgement of God. ദൈവത്തെ അംഗീകരിക്കുവാനും പ്രാണന് കഴിയും. समर्पण भी जो है वो परमेश्वर के प्रति होता है. But one thing that happens with the soul is എന്നാൽ പ്രാണന് സംഭവിക്കുന്ന ഒരു കാര്യം, the soul draws everything to itself. പ്രാണൻ എല്ലാം തനിക്കായിട്ടാണ് The പ്രാപിക്കുന്നത്. soul has its devotion towards God. പ്രാണന് തന്റെ സ്വന്തം സമർപ്പണമുണ്ട്. It acknowledges God. അത് ദൈവത്തെ അംഗീകരിക്കുന്നു. The thing with the soul is പ്രാണനുള്ള ഒരു പ്രശ്നം, it draws everything to itself. സകലവും തന്നിലേക്കാണ് അത് The ആകർഷിക്കുന്നത്. soul draws everything to itself. സകലത്തെയും തന്നിലേക്കാണ് അത് ആകർഷിക്കുന്നത്. Yes. But when you look at the spirit, എന്നാൽ ആത്മാവിനെ നാം പരിഗണിക്കുമ്പോൾ yes, the realm of the spirit is so different. ആത്മാവിന്റെ മണ്ഡലം തികച്ചും വ്യത്യസ്തമാണ്. Yes. So let me share this aspect of the soul. ഈ പ്രാണന്റെ വിശദാംശങ്ങളെ ഞാൻ പറയുവാൻ താല്പര്യപ്പെടും. The understanding, പ്രാണന്റെ the knowledge, ഗ്രാഹ്യം, അറിവ്, the devotion, സമർപ്പണം, the acknowledgement of things of God. ദൈവിക കാര്യങ്ങളെ അംഗീകരിക്കുന്നത്, It takes all these things to itself. The soul ഇവയെല്ലാം realm. ആ പ്രാണന്റെ മണ്ഡലത്തിലേക്കാണ് അത് ആകർഷിക്കുന്നത്. Yes. And there is very little of life which is in the spirit in that realm. ആത്മാവിൻ്റെതായ ജീവൻ ആ മണ്ഡലത്തിലില്ല. Very little place for the spirit of God and life. ജീവനും പരിശുദ്ധാത്മാവിനും പ്രാണന്റെ മണ്ഡലത്തിൽ വളരെ കുറച്ച് സ്ഥാനമേ ഉള്ളൂ. थोड़ा सा अंश ही Yes. में पाता है. Now, we need to understand that അതെ നാം മനസ്സിലാക്കണം. no soulical life would admit this. പ്രാണ ജീവൻ ജീവിക്കുന്നവർ ഇത് അംഗീകരിക്കുകയില്ല. नहीं, समझता नहीं है. No soulical life would ever admit that I am drawing everything to myself. ആ പ്രാണന്റെ ജീവൻ ഒരിക്കലും Yes. സകലവും തന്നിലേക്കാണ് ആകർഷിക്കുന്നതെന്ന് സമ്മതിക്കത്തില്ല, അത് മനസ്സിലാക്കത്തില്ല. वो अपने पास रख रहा है. Yes. The soulical life will not admit. इस बात को स्वीकार ആ പ്രാണന്റെ ജീവൻ അത് സ്वीकार नहीं അംഗീകരിക്കത്തില്ല. It would not admit that it is drawing everything to the self. സകലവും സ്വയത്തിലേക്കാണ് സ്വീകരിക്കുന്നതെന്ന് സമ്മതിക്കത്തില്ല. वो अपने खुद के क्षेत्र में प्राणों के क्षेत्र में रख रहा है. Yes. Now we can see that in our own life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. The natural understanding, നമ്മുടെ പ്രാകൃതിക the soul, the devotions to God in the soul realm, ഗ്രാഹ്യം, അതേപോലെ പ്രാണമണ്ഡലത്തിൽ നമുക്ക് acknowledgement ദൈവത്തിനായിട്ടുള്ള of God in സമർപ്പണം, the soul realm. പ്രാണമണ്ഡലത്തിൽ ദൈവത്തെ അംഗീകരിക്കുന്ന കാര്യങ്ങൾ, Everything that is drawing itself to the soul. അതെല്ലാം പ്രാണനിലേക്കാണ് അതെല്ലാം ആകർഷിക്കുന്നത്. And that life is very difficult for that life to admit that it is so. അത് പ്രാണന്റെ കാര്യമാണെന്ന് അംഗീകരിക്കുന്നതിന് അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് വളരെ പ്രയാസമാണ്. स्वीकार करना मुश्किल होता है कि वो सारी चीजें अपने नहीं, मुश्किल नहीं है. वो स्वीकार नहीं करता है कि अपने आप के लिए मैं खुद के लिए मैं कर रहा हूं. वो സകലവും स्वीकार नहीं करता है. പ്രാണൻ തനിക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന് And we ഒരിക്കലും see that amongst അംഗീകരിക്കത്തില്ല, God's people. We can സമ്മതിക്കത്തില്ല. see in our own life. Yeah, I'm hearing God. I understand. What do you think? I have been here for 30 years. Am I not hearing God? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ദൈവവചനമല്ലേ കേൾക്കുന്നത്. 30 വർഷമായിട്ട് ഞാൻ ഈ ദൈവഭജനത്തിലായിരിക്കും, ഞങ്ങൾ ദൈവവചനം കേൾക്കുന്നുണ്ട് എന്നൊക്കെയാണ് പലരും പറയുന്നത്. That's a soul. ശ്രദ്ധയോടെ കേൾക്കുക. ഇതാണ് The പ്രാണന്റെ മണ്ഡലം. soulical life would not admit ആ പ്രാണന്റെ ജീവിതം ഒരിക്കലും അത് that it അംഗീകരിക്കില്ല. was drawing everything to self. സ്വയത്തിലേക്കാണ് That's സകലവും self-life. സ്വീകരിക്കുന്നത്, അത് അംഗീകരിക്കത്തില്ല. So it is the most difficult thing
ആകയാൽ ഇത് വളരെ For പ്രയാസകരമായ anybody കാര്യമാണ് to accept that, ഈ കാര്യത്തെ അംഗീകരിക്കുന്നത്. yes, it's difficult for us. നമുക്കത് പ്രയാസമുള്ള കാര്യമാണ്. And we need to realize that's the nature of the soul man. അത് നമ്മുടെ പ്രാണ മനുഷ്യന്റെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കണം. Yes. As I said, the realm of the spirit is totally different. ആത്മീയ മണ്ഡലം തികച്ചും വ്യത്യസ്തമാണ്. Yeah. The spirit is just the opposite. ആത്മാവിന്റെ മണ്ഡലം അതിന് The വിപരീതമായിരുന്നു. spirit draws always everything towards God. ആത്മാവ് സകലത്തെയും ദൈവത്തിന് നേരെ വയ്ക്കുന്നതാണ്. और सारी चीजों को आत्मा खींचता है. Yes. The spirit is always drawing things towards God. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്നതാണ്. ईश्वर की ओर खींचता है. Yes. लाता है. You know, the renewed spirit in us, നമ്മിലുള്ള ഉയർപ്പിക്കപ്പെട്ട ആത്മാവ്, एक the renewed spirit in us, പുതുപ്പിക്കപ്പെട്ട ആത്മാവ്, our spirit that is renewed by the Holy Spirit, പരിശുദ്ധാത്മാവിനാൽ പുതുപ്പിക്കപ്പെട്ട നമ്മുടെ ആത്മാവ്, जो आत्मा है Yeah. उसका नवीनीकरण yes, that renewed spirit ആ will പുതുപ്പിക്കപ്പെട്ട draw ആത്മാവ് things toward God. സകലത്തെയും ദൈവത്തിങ്കലേക്കാണ് Now, that's കൊണ്ടുവരുന്നത്. very important. അത് വളരെ പ്രാധാന്യം That അറിയിക്കുന്നു. is why our spirit will have to be actively alive to the Holy Spirit. ആകയാൽ നമ്മുടെ ആത്മാവ് കർമ്മശലമായി പരിശുദ്ധാത്മാവിനോട് ഒരു ജീവനുള്ള സജീവമായ അവസ്ഥയിലായിരിക്കണം. You know, the spirit would always draw things towards God. ആത്മാവ് എപ്പോഴും സകലത്തെയും ദൈവത്തിങ്കലേക്ക് So കൊണ്ടുവരും. the renewed spirit in us, or our spirit, നമ്മുടെ പുതുപ്പിക്കപ്പെട്ട ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ renewed by the Holy ആത്മാവ് Spirit, പരിശുദ്ധാത്മാവിനാൽ would പുതുപ്പിക്കപ്പെട്ട draw ആത്മാവ് everything toward God. സകലത്തെയും ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരും. ईश्वर की ओर ले जाते हैं. Will draw everything towards God. ദൈവത്തിങ്കലേക്ക് സകലത്തെയും അത് ആകർഷിക്കും. You know, that's why, അതുകൊണ്ടാണ് you know, we read in the scriptures, ദൈവജനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, you know, the Lord Jesus poured out his soul unto death. തന്റെ പ്രാണനെ മരണത്തിന് താൻ ഊറ്റിക്കളഞ്ഞു എന്ന് അതുകൊണ്ടാണ് ദൈവജനത്തിൽ നാം വായിക്കുന്നത്. अंत की नाई मृत्यु The Lord Jesus poured out his soul unto death. തന്റെ ജീവനെ താൻ ഊറ്റി മരണത്തിന് ഊറ്റി കൊടുത്തു. Marane tak unto death. All right. Okay. So, therefore it says he committed his spirit unto God. തുടർന്ന് നാം ഇങ്ങനെയാണ് കാണുന്നത്, തന്റെ ആത്മാവിനെ ദൈവത്തിന് താൻ സമർപ്പിച്ചു. ही परमेश्वर So, there's a great need in our lives നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു വലിയ ആവശ്യമുണ്ട്. that we pour out this soul life ഈ unto that death. ആത്മീയ ജീവനെ ആ മരണത്തിന് വേണ്ടി നാം വാർക്കപ്പെടേണ്ടതുണ്ട്. को मृत्यु तक दे देना है. Yes. There's a great struggle therefore in our lives. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പോരാട്ടമുണ്ട്. That's why as we read in the book of Galatians chapter 5, അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ there is വായിക്കുന്നത്. a war between the soul and the spirit. അതുകൊണ്ട് ആത്മാവിനും ജഡത്തിനും തമ്മിൽ ഒരു പോരാട്ടമുണ്ട്. Yes. Let's just turn to that scripture. ആ The book വേദഭാഗത്തേക്ക് of നമ്മൾ Galatians തിരിക്കാം. chapter 5 ഗലാത്യ ലേഖനം 5-ാം അധ്യായം and verse 17. 17-ാം വാക്യം. For the flesh lusteth against the spirit, and the spirit against the flesh, and these are contrary one to the other, so that ye cannot do the things that ye would. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കുന്നു. Chapter 5 നിങ്ങൾ verse 17. ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. प्रार्थना करता है Yes. Yes. और इसलिए Ah. जो तुम करना चाहते हो वो ना करने. Yes. So that you don't do what the soul wants to do. और तुम അതുകൊണ്ട് പ്രാണന് ചെയ്യുവാൻ That is താല്പര്യപ്പെടുന്ന കാര്യം what the നമുക്ക് ചെയ്യാൻ spirit കഴിയുകയില്ല. is trying to do in us. അതാണ് ആത്മാവ് നമ്മളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനം. So, you know, there's a great need, therefore, our understanding to be enlightened
by the Holy Spirit. ആകയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയദൃഷ്ടി Now പ്രകാശിപ്പിക്കപ്പെടേണ്ടത് the soul can അനിവാര്യമാണ്. lay hold of every word that we are hearing from God. നാം ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന വചനത്തെ എല്ലാം You understand what I'm saying? പ്രാണന് സ്വീകരിക്കുവാൻ കഴിയും. If our understanding is not enlightened by the Spirit, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടുന്നില്ലെങ്കിൽ, if our spirit is not enlightened by the Holy Spirit, നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ remember, the things that we are പ്രകാശിക്കപ്പെടുന്നില്ലെങ്കിൽ hearing going to totally to the other realm. അത് You പ്രാണമണ്ഡലത്തിലേക്ക് understand what കടന്നു I'm പോകും. saying? പറയുന്നത് The മനസ്സിലാവുന്നുണ്ടോ? soul takes it to itself. അങ്ങനെ ഉണ്ടെങ്കിൽ സകലത്തെയും പ്രാണൻ increases തന്നിലേക്ക് its knowledge. സ്വീകരിക്കും. It increases all the dairies of every year. അത് ആ വചനത്തിന്റെ All ഗ്രാഹ്യത്തെ the എല്ലാം books of Good Samaritan അറിവിനെ and എല്ലാം all other men. It is സംഗ്രഹിച്ചു drawing വയ്ക്കും. all it to itself കേൾക്കുന്നതെല്ലാം എഴുതി and വയ്ക്കും. has its own devotion. It has got its own commitments and it has got everything of the soul there in that realm. ആ മണ്ഡലത്തിലെ പ്രാണന്റേതായ സമർപ്പണമുണ്ട്, പ്രാണന്റേതായ ഏൽപ്പിച്ചു കൊടുക്കലുണ്ട്, പ്രാണന്റേതായ അറിവുണ്ട്. We need to understand this. ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കുമെന്ന് നാം മനസ്സിലാക്കണം. ഇതായിരുന്നു അപ്പോസ്തലനായ പൗലോസിന്റെ ഭാരം. Being enlightened. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണം. So may God help us. ദൈവം നമ്മെ Even സഹായിക്കുമാറാകട്ടെ. this morning as we hear God's word, ഈ രാവിലെ സമയം ദൈവവചനം കേൾക്കുമ്പോൾ let not the soul man just draw it to himself. നമ്മുടെ Oh, പ്രാണ I മനുഷ്യൻ know, I understand, I have heard this. ഈ കാര്യം എനിക്ക് അറിയാം, ഈ കാര്യം ഞാൻ It takes it all കേട്ടിട്ടുണ്ടെന്ന് to പറഞ്ഞ് itself. സകലത്തെയും That barn, തന്നിലേക്ക് that storage. ആ സ്വയത്തിലേക്ക് സ്വീകരിക്കാതിരിക്കട്ടെ. And remember, ഓർക്കുക, there is very little of life and spirit in that realm. ആ മണ്ഡലത്തിൽ ജീവൻ വളരെ കുറവാണ്. Yes, നമ്മൾ so may God really help us. ദൈവം നമ്മളെ And with സഹായിക്കുമാറാകട്ടെ. this we will move on to whatever God has been speaking to us. ഈ മുഖവരയോടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് We തുടർന്ന് have നമുക്ക് been കടന്നു hearing പോകാം. from the time of the camp ക്യാമ്പ് തുടങ്ങി ദൈവത്തിന്റെ വചനം നാം and കേട്ടുവരികയാണല്ലോ. we have come to December. ഇപ്പോൾ നമ്മൾ ഡിസംബറിലേക്ക് December is വന്നിരിക്കുകയാണ്. going to ഇപ്പൊ ഡിസംബർ മാസം Yes, പെട്ടെന്ന് തന്നെ brother, now we അവസാനിക്കും. are going to have a new subject coming in. അടുത്ത പുതിയ വർഷത്തിൽ ഒരു പുതിയ God delivers വിഷയത്തിലേക്ക് നമുക്ക് from കടക്കാം. that soul man. All right. ആ പ്രാണ Now, we മനുഷ്യനെ have നമുക്ക് been അകറ്റി hearing നിർത്തുവാൻ ദൈവം നമ്മെ God's സഹായിക്കണം. mind for us. ദൈവത്തിന്റെ ചിന്ത എന്നതാണെന്ന് നമുക്ക് God's മനസ്സിലാക്കാം. thought for his church in these end times. ഈ അന്ത്യകാലത്തുള്ള സഭയ്ക്കായിട്ടുള്ള ചിന്ത എന്താണെന്ന് നമുക്ക് Now we മനസ്സിലാക്കാം. heard about Noah's times. നോഹയുടെ സമയത്തെ കുറിച്ച് നാം The കേട്ടു. Lord himself mentioned about him കർത്താവ് നോഹയുടെ സമയത്തെ കുറിച്ച് പ്രതിപാദിച്ചു. that so shall be the coming of the Son of Man be. നോഹയുടെ കാലത്ത് എന്നതുപോലെ മനുഷ്യപുത്രന്റെ വരവിന്റെ കാലവും We ഇരിക്കുമെന്ന് heard പറഞ്ഞു. last week ഇന്നലെ നാം Noah കഴിഞ്ഞ ആഴ്ച നാം embodies കേട്ടതുപോലെ a dispensational principle. ഒരു യുഗത്തിന്റെ പ്രമാണത്തെ ഉള്ളടക്കിയതാണ് നോഹയുടെ സമയം. Yes. When Jesus said, as the days of Noah, so shall be the coming of the Son of Man be. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും The Lord എന്ന്. brought in that history. The Lord brought in that incident in the Old Testament. പഴയ നിയമത്തിലുള്ള ആ ചരിത്രത്തെയും ആ സംഭവത്തെയും പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന് പുതിയ നിയമത്തിൽ കൊണ്ടുവന്ന് with his dispensational factors അതിന്റെ യുഗത്തോടുള്ള ബന്ധത്തിലാണ് അത് കൊണ്ടുവരുന്നത്. as representing things at the time of the end. അന്ത്യകാലത്തിലുള്ള കാര്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങളെ പറയുന്നത്. Yes. So as we saw from God's word, ദൈവവചനത്തിൽ നാം കണ്ടതുപോലെ many things we heard from the life of Noah. നോഹയുടെ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങൾ നാം കേൾക്കുകയുണ്ടായി. And one thing the Lord made very clear, we are not looking at the life of Noah objectively. കർത്താവ് ഒരു കാര്യം വ്യക്തമാക്കി, നോഹയുടെ ജീവിതത്തെ We are not വന്നിട്ട് ഒരു looking at life of Noah as someone lived in the history there. ചരിത്രത്തിൽ ജീവിച്ച ഒരു മനുഷ്യനായിട്ടല്ല നാം അദ്ദേഹത്തെ വീക്ഷിക്കുന്നത്. But we are seeing in Noah our own lives. നോഹയുടെ ജീവിതത്തെ കാണുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തെയാണ് നാം അതിൽ കാണുന്നത്, നമ്മുടെ സമയത്തെയാണ് Which very നാം കാണുന്നത്. specifically the Lord and Peter, they have spoken in God's word. ദൈവത്തിന്റെ വചനത്തിൽ കർത്താവും അതുപോലെ അപ്പോസ്തലനായ പത്രോസും ഈ കാര്യം വളരെ വ്യക്തമായി There are many പ്രതിപാദിച്ചിട്ടുണ്ട്. things for us to learn and to understand
and live in these times. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ കാര്യങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാനുണ്ട്, പല കാര്യങ്ങൾ നമുക്ക് We have ഗ്രഹിക്കുവാനുണ്ട്. to live that life of Noah. ആ നോഹയുടെ ജീവിതം നാം ഇപ്പോൾ We have ജീവിക്കേണ്ടതുണ്ട്. to hear as Noah heard. നോഹ ദൈവശബ്ദം കേട്ടതുപോലെ നാം കേൾക്കണം. We must have faith as Noah had faith. നോഹയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നതുപോലെ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. We have to obey as he obeyed God. നോഹ ദൈവത്തെ അനുസരിച്ചതുപോലെ നാം ദൈവത്തെ അനുസരിക്കണം. Now this is what God has been trying to speak to us. ഇതാണ് ദൈവം നമ്മോട് സംസാരിക്കുവാൻ may God help ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. us. ദൈവം നമ്മളെ We heard സഹായിക്കുമാറാകട്ടെ. last week, കഴിഞ്ഞ ആഴ്ച നാം Noah കേട്ടതുപോലെ goes safely through the tribulation, നോഹ ആ ഉപദ്രവത്തിലൂടെ വളരെ സുരക്ഷിതമായി കടന്നുപോയി. and the judgments of God. ദൈവത്തിന്റെ ന്യായവിധിയിലൂടെ He goes into judgment, ആ ന്യായവിധിയിലൂടെ കടന്നുപോയി. but he was preserved by the Lord. എന്നാൽ ആ ന്യായവിധിയിൽ താൻ പരിരക്ഷിക്കപ്പെട്ടു. He went through the tribulation, താൻ ഉപദ്രവത്തിലൂടെ കടന്നുപോയി. but he was not here for tribulation. എന്നാൽ ആ ഉപദ്രവത്തിന് വേണ്ടി ആയിരുന്നില്ല താൻ ഇവിടെ ആയിരുന്നത്. Yes. So we see that, that he was present there, അവിടെ താൻ but he was not ഉണ്ടായിരുന്നെങ്കിലും for the tribulation. എന്നാൽ ആ ഉപദ്രവത്തിന് വേണ്ടി അല്ല താൻ അവിടെ ഉണ്ടായിരുന്നത്. He was not for the judgments. ആ ന്യായവിധിയുടെ സമയത്ത് താൻ ഉണ്ടായിരുന്നെന്ന് വരിലും Noah and the family. ആ ന്യായവിധിക്കായിട്ടല്ല താൻ അവിടെ ഉണ്ടായിരുന്നത്. What നോഹയും a picture കുടുംബത്തെയും of the ദൈവം church in പരിരക്ഷിച്ചു. these end times. ഈ അന്ത്യകാലത്തുള്ള സഭയുടെ ഒരു നല്ല ചിത്രമല്ലേ അത്? The Christian realm is filled with all kinds of teachings. ക്രിസ്തീയ ലോകം ഇന്ന് പല That the church ഉപദേശങ്ങളാൽ will not go പിടിക്കപ്പെട്ടിരിക്കുന്നു. through tribulation. അവർ പറയുന്നത് സഭ മഹോപദ്രവത്തിലൂടെ That കടന്നു before പോകയില്ല the എന്നാണ്. tribulation, the church will be taken away. മഹോദ്രവം വരുന്നതിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. And we see there's so many such doctrines അങ്ങനെയുള്ള പല ഉപദേശങ്ങളും which has put the church to deep sleep. അതിന് സഭയെ ഒരു ആഴമായ There is nothing to ഉറക്കത്തിലാക്കിയിരിക്കുകയാണ്. worry. ഒന്നിനെ കുറിച്ചും Everything God വിചാരപ്പെടേണ്ടതില്ല. is taken care of. ദൈവം എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. All that you have to do is enjoy this world. ഈ ലോകത്തെ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ട് And ജീവിക്കുക just മാത്രമേ before നിങ്ങൾ the ചെയ്യേണ്ടതുള്ളൂ. judgments ന്യായവിധി and the വരുന്നതിന് മുമ്പ്, tribulation, you will be മഹോദ്രവത്തിന് മുമ്പ്, evacuated from here. മഹോദ്രവകാലത്തിന് മുമ്പ് നിങ്ങൾ എടുത്തുകൊള്ളപ്പെടും. This is nothing else but the speculation of man. ഇത് മനുഷ്യന്റെ ചിന്ത മാത്രമാണ്. But majority of churches all over, they are teaching that barring a remnant of people. ഭൂരിപക്ഷം സഭകളും ഇതാണ് ഉപദേശിക്കുന്നത്, ഒരു ശേഷിപ്പിനെ മാറ്റി നിർത്തിയാൽ. Yes. So saints of God, it's very important for us to hear what God has to say to his church, ദൈവത്തിന് സഭയോട് പറയാനുള്ളത് that we നമുക്ക് may കേൾക്കാം. prepare ourselves as Noah prepared himself. നോഹ എങ്ങനെ തന്നെ ദൈവത്തിന്റെ ന്യായവിധിക്കായി ഒരുക്കും, അങ്ങനെ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. This is what precisely Peter is saying in 2 Peter chapter 3. ഇതാണ് 2 പത്രോസിന്റെ 3-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നത്. Yes, that God is going to judge this world. ഈ ലോകത്തെ, ഇന്നുള്ള ഈ ലോകത്തെ ദൈവം ന്യായം വിധിക്കുവാൻ പോകുന്നു. world wherein we are, നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ, as he judged the ancient world, പഴയ ലോകത്തെ as some ദൈവം translation would say. ചില പരിഭാഷയിൽ very, very പറയുന്നത് പോലെ ആ important for ലോകത്തെ ന്യായം വിധിച്ചതുപോലെ That we are prepared before the judgments would come. ദൈവത്തിന്റെ ന്യായവിധി വരുന്നതിന് മുമ്പ് നമ്മെ തന്നെ ഒരുക്കേണ്ടത് So അനിവാര്യമാണ്. Noah stands in these end times. നോഹ ഈ അന്ത്യസമയത്ത് നിൽക്കുന്നത് To testify against the vanity that we see in the world. ഈ ലോകത്തിൽ കാണുന്ന എല്ലാ മായയായ കാര്യങ്ങൾക്ക് വിരോധമായിട്ടും ഒരു Noah സാക്ഷ്യമായിട്ടാണ് stands in these end times നോഹ ഈ അന്ത്യകാലത്ത് നിൽക്കുന്നത്. to tell his church തന്റെ സഭയ്ക്ക് പറയുന്നു, the emptiness that is in this world. ഈ ലോകത്തിലുള്ള ശൂന്യതയെ Yes. കുറിച്ച് പറയുന്നതിന് Noah stands today to warn the remnant church. നോഹ ഇന്ന് നിൽക്കുന്നത് ഈ അന്ത്യകാല The unfruitfulness ശേഷിപ്പായ of the soul സഭയെ life. മുന്നറിയിപ്പ് നൽകുന്നതിനായിട്ടാണ്. ഈ പ്രാണമണ്ഡലത്തിലുള്ള ശൂന്യതയ്ക്ക് വിരോധമായിട്ട് സാക്ഷ്യം പറയുന്നതിനായിട്ടാണ്. Yeah, unfruitfulness of the soul life. ആ The unfruitfulness of the soul life. ആ പ്രാണമണ്ഡലത്തിന്റെ ഫലമില്ലായ്മ നമുക്ക് വെളിപ്പെടുത്തുന്നതിനാണ്. Noah stands before us നോഹ നമുക്ക് മുമ്പാകെ with his നിൽക്കുന്നത് practical testimony.
തന്റെ സാക്ഷിയോടെയാണ്, പ്രായോഗികമായ Now remember സാക്ഷിയോടെയാണ്. that, saints of God. ഇതേ നാം ഓർക്കണം He is വിശുദ്ധന്മാരെ. there to testify to us താൻ നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് ഒരു സാക്ഷ്യമായിട്ടാണ്. against the vanity, ഈ ലോകത്തിന്റെ the മായയെല്ലാം, the ശൂന്യതയെല്ലാം, unfruitfulness of ഫലഹീനതയെല്ലാം, soul life. ആ പ്രാണമണ്ഡലത്തിന്റെ And may God help us to take these ഇതിനെ words നമുക്ക് with our സാക്ഷീകരിക്കുന്നതാണ് spiritual നോഹ നമുക്ക് മുമ്പിൽ understanding. നിൽക്കുന്നത്. ദൈവം നമ്മുടെ ആത്മദൃഷ്ടി പ്രകാശിപ്പിക്കുമാറാകട്ടെ. Yes. And for Noah, നോഹയെ സംബന്ധിച്ചിടത്തോളം that was the way of life. അതായിരുന്നു തന്റെ ജീവിത രീതി. For Noah, that was the way of life out of the soul man. ആ പ്രാണമണ്ഡലത്തിന് natural man. വെളിയായിട്ടുള്ള പ്രാകൃത മനുഷ്യന് വെളിയിലുള്ള ഒരു ജീവിത രീതി, ഒരു ജീവിത If he had ശൈലിയായിരുന്നു gone തന്റേത്. into the realm of the soul, പ്രാണമണ്ഡലത്തിലേക്ക് താൻ he ആകർഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ wouldn't have built that ark at all. തനിക്ക് ഒരിക്കലും ആ പെട്ടകത്തെ പണിയുവാൻ But he കഴിയുമായിരുന്നില്ല. came out of the realm of the soul. പ്രാണന്റെ മണ്ഡലത്തിൽ നിന്നും അവൻ വെളിയെ വന്നു. Yes. He declared that it's empty, it's vanity, it's unfruitful. അത് മായയാണ്, അത് ശൂന്യമാണ്, അത് ഫലവത്തല്ല എന്ന് താൻ സാക്ഷീകരിച്ചു. Yes. So he testified to the vanity of the soul life. ആ പ്രാണജീവന്റെ ആ മായയാണ് താൻ സാക്ഷീകരിച്ചത്. Yes. And he built that ark താൻ ആ പെട്ടകത്തെ പണിഞ്ഞ് in order to get out of that soul realm. ആ പ്രാണമണ്ഡലത്തിൽ നിന്നും വെളിയിൽ വരുന്നതിനായിട്ട് ആ പെട്ടകത്തെ പണിഞ്ഞു. In order to get out of that world that is, empty and in vanity. ഫലശൂന്യമായ അതുപോലെ തന്നെ മായായ ആ ലോകത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നതിനായിട്ടാണ് ആ പെട്ടകത്തെ താൻ പണിഞ്ഞത്. So building the ark, ആ പെട്ടകത്തെ that പണിഞ്ഞത് became the way of life for Noah. നോഹയെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ ജീവിത ശൈലി, ജീവിത രീതിയായി. That helped him to bring his soul out. തന്റെ പ്രാണനെ ഈ ലോകത്തിൽ നിന്നും വെളിയെ കൊണ്ടുവരുന്നതിന് അവനെ അത് സഹായിച്ചു. Yes. Saints of God. വിശുദ്ധന്മാരെ, Now we know this ark is talking about the body of Christ, the church. ഈ പെട്ടകം വന്നിട്ട് കർത്താവിന്റെ ശരീരമായ സഭയാണ് കുറിക്കുന്നത് If നമുക്കറിയാം. you want to come out of vanity and emptiness, നാം ഈ ലോകത്തിന്റെ മായയിൽ നിന്നും the ഫലശൂന്യതയിൽ നിന്നും വെളിയെ unfruitfulness of the വരണമെങ്കിൽ, soul life, ഈ പ്രാണന്റെ ഫലഹീനതയിൽ നിന്നും വെളിയെ വരണമെങ്കിൽ, and of the world, ഈ ലോകത്തിന്റെ ഫലശൂന്യതയിൽ the നിന്നും വെളിയെ only വരണമെങ്കിൽ way we can come out is by giving ourselves the building of the ark, the body of Christ. കർത്താവിന്റെ ശരീരമായ സഭയാകുന്ന ആ പെട്ടകത്തെ പണിയുന്നത് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ മാത്രമേ ഇതിൽ നമുക്ക് വെളിയെ വരുവാൻ കഴിയുകയുള്ളൂ. The more you give yourself to that body of Christ, ആ കർത്താവിന്റെ ശരീരമായ സഭയ്ക്ക് എത്രത്തോളം നിങ്ങൾ നിങ്ങളെ that is ഏൽപ്പിച്ചു one കൊടുക്കുന്നു, way of coming out of that soul life, the natural life. അതാണ് ആ പ്രാണജീവനിൽ നിന്നും പ്രാകൃതിക ജീവിതത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും വെളിയെ വരുന്നതിനുള്ള വഴി. And remember, the law of life in Christ Jesus is all about it. കർത്താവായ യേശുക്രിസ്തുവിലുള്ള ആത്മാവിന്റെ ജീവന്റെ പ്രമാണം That is അതാണ്. all about coming out of that soul life into the life in Christ Jesus. ആ പ്രാണന്റെ ജീവനിൽ നിന്ന് ക്രിസ്തുവിലുള്ള ജീവനിലേക്ക് കടന്നു വരുന്ന കാര്യമാണത്. Oh, may God open our eyes of understanding, നമ്മുടെ ഹൃദയദൃഷ്ടിയെ ദൈവം പ്രകാശിപ്പിക്കുമാറാകട്ടെ. enlighten our understanding. നമ്മുടെ ഹൃദയദൃഷ്ടിയെ താൻ So we see തുറക്കുമാറാകട്ടെ. Noah's testimony, നാം നോഹയുടെ സാക്ഷ്യത്തെ കാണുമ്പോൾ his testimony in building the ark പെട്ടകത്തെ പണിയുന്നതിലുള്ള തന്റെ സാക്ഷ്യം was to bring him out of the realm of the things of the self. തന്റെ സ്വയത്തിന്റെ മണ്ഡലത്തിൽ തന്നെ വെളിയെ കൊണ്ടുവരുന്ന കാര്യമായിരുന്നു അത്. The more he gave himself to that work, ആ പ്രവർത്തനത്തിന് എത്രത്തോളം തന്നെ ഏൽപ്പിച്ചു the കൊടുത്തു, more he was able to bring himself out of that self that questioned the ways of God. ദൈവത്തിന്റെ വഴികളെ ചോദ്യം ചെയ്യുന്ന ആ സ്വയത്തിൽ നിന്ന് തന്നെ വെളിയെ കൊണ്ടുവരുന്നതിനുള്ള വഴി അതായിരുന്നു.
In other words, വേറെ വിധത്തിൽ പറഞ്ഞാൽ Noah was securing an exodus, a moving out, from the realm of the soul and the world. പ്രാണന്റെ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പുറപ്പാടിനെ താൻ സുരക്ഷിതമാക്കുകയായിരുന്നു പെട്ടകത്തെ പണിയുന്നതിലൂടെ. बाहर निकल के अपने आप को सुरक्षित करने के लिए, Yes. राहत के लिए, Yes. देह के निर्माण के लिए और उसमें अपने आप को पूरी तरह He was securing an exodus. താൻ ഒരു പുറപ്പാടിനെ സുരക്ഷിതമാക്കുകയായിരുന്നു. Yes. By giving himself to the building of the ark. ആ പെട്ടകത്തെ പണിയുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ, के लिए दे देना. By his building of the ark, or giving himself to build the ark, പെട്ടകത്തെ പണിയുന്നതിലൂടെ അല്ലെങ്കിൽ പെട്ടകത്തെ പണിയുന്ന തന്നെ ഏൽപ്പിച്ചു he was കൊടുക്കുന്നതിലൂടെ declaring താൻ പ്രസ്താവിച്ചത് ഇതാണ്: that I am not of this world. ഞാൻ ഈ ലോകത്തിനുള്ളവനല്ല. Amen. I am out of this world. ഞാൻ ഈ ലോകത്തിൽ നിന്നും വെളിയാണ്. Every nail he hammered, താൻ അടിച്ച ഓരോ every ആണിയും plank that he put on, ഓരോ പലകയും താൻ ചേർത്തടിച്ചപ്പോ, every plank, every wooden piece that he put on, उसने लगाया उसमें, every time he did that, താൻ അത് ചെയ്തപ്പോഴെല്ലാം he was, in other words, testifying, I am out of this world, I am out of this world. ഞാൻ ഈ ലോകത്തിൽ നിന്നും വെളിയാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്നും വെളിയാണെന്നാണ് താൻ പ്രഖ്യാപിച്ചത്. कि वो दुनिया का नहीं, वो दुनिया से बाहर निकल आया. I want to tell you, saints of God, വിശുദ്ധന്മാരെ, ഞാൻ നിങ്ങളോട് the പറയട്ടെ, more you give yourself to the body of Christ, കർത്താവിന്റെ ശരീരമായ സഭയ്ക്ക് നിങ്ങളെ the എത്രത്തോളം more ഏൽപ്പിച്ചു you give കൊടുക്കുന്നു, yourself to the law of life in Christ Jesus, ക്രിസ്തുയേശുവിലുള്ള ആ ആത്മാവിന്റെ ജീവന്റെ പ്രമാണത്തിന് നിങ്ങളെ എത്രത്തോളം ഏൽപ്പിച്ചു the കൊടുക്കുന്നു, more we give ourselves to that body life, ആ ശരീര ജീവിതത്തിന് നിങ്ങളെ എത്രത്തോളം ഏൽപ്പിച്ചു കൊടുക്കുന്നു, you are telling, in fact, that I am out of this world, I am out of the soul realm. അപ്പോൾ നിങ്ങൾ I am coming വാസ്തവത്തിൽ out. പറയുന്നത്, ഞാൻ ഈ പ്രാണന്റെ മണ്ഡലത്തിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് വെളിയെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. किंतु अब जो मसीह, This is the greatest need for us as a remnant in these end times. ഈ വർത്തമാന സമയത്തിന്റെ ശേഷിപ്പായി ഇതാണ് The നമുക്ക് world is very ആവശ്യമായിട്ടുള്ള കാര്യം. inviting. ഈ The ലോകം soul നമ്മളെ, is so much desiring us to walk in its own way. പ്രാണനെ തന്റെ സ്വന്തം വഴിയിൽ നടക്കുന്നതിനായിട്ട് നമ്മെ ആകർഷിക്കുന്നതാണ്. Saints, we have to be deliberate in our lives. നമ്മുടെ ജീവിതത്തിൽ നാം തീരുമാനമുള്ളവരായിരിക്കും. And Noah was deliberate. നോഹ ഈ കാര്യത്തിൽ By faith, തീരുമാനമുള്ളവനായി. he moved on in his life. തന്റെ ജീവിതത്തിൽ So വിശ്വാസം we താൻ see മുൻപോട്ട് that പോയി. when Noah finally stepped into the ark, അവസാനമായി താൻ പെട്ടകത്തിൽ പ്രവേശിച്ചപ്പോൾ, when he entered into the ark, പെട്ടകത്തിലേക്ക് താൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ, it's a clear coming out. അത് ലോകത്തിൽ നിന്നും വെളിയെ വരുന്ന The ഒരു കാര്യമായിരുന്നു. final separation, as we heard, നാം കേട്ടതുപോലെ ഈ ലോകത്തിൽ നിന്നുള്ള ഒരു പൂർണ്ണമായ from വേർപാടായിരുന്നു. the corrupt, sinful world. ഈ പാപമംഗലമായ ജീവിതത്തിൽ As the നിന്ന് Lord ലോകത്തിൽ നിന്നുള്ള ഒരു closed the door പൂർണ്ണ of the ark. വേർപാടായിരുന്നു അത്. जहाज के द्वार बंद कर दिए. Saints of God, ദൈവം how പെട്ടകത്തിന്റെ വാതിൽ important it അടച്ചു is, കളഞ്ഞു. therefore, for us to give ourselves to what God is building. ദൈവം പണിയുന്ന കാര്യത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് God is എത്ര അനിവാര്യമാണ് ഈ building a സമയത്ത്. house. ദൈവം ഇന്നൊരു ഒരു Yes, ഭവനത്തെ he is building പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. a house for himself, ദൈവം തനിക്കായിട്ട് ഒരു ഭവനത്തെ ഇന്ന് and പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. he is building it lively stones, as we have heard. നാം കേട്ടതുപോലെ Many times. ജീവനുള്ള കല്ലുകളെ കൊണ്ടാണ് താൻ അത് പണിഞ്ഞുകൊണ്ട് And this ഇരിക്കുന്നത്. habitation of God, ദൈവത്തിന്റെ ഈ വാസസ്ഥലം, through the Spirit, ആത്മാവിനാൽ പണിയപ്പെടുന്ന ഈ will be വാസസ്ഥലം, a mighty vessel of deliverance. അതൊരു വലിയ जबरदस्त एक In the time വിടുതലിന്റെ of God's പാത്രമായിരിക്കും. judgments in these end times. ഈ അന്ത്യകാലത്ത് ലോകത്തിൽ ദൈവത്തിന്റെ ന്യായവിധി വരുമ്പോൾ അതൊരു Listen വിടുതലിന്റെ carefully, saints of God. പെട്ടകമായിരിക്കും. This house that he is building, കർത്താവ് പണിയുന്ന ഈ ഭവനം, this habitation of God, കർത്താവിന്റെ ഈ വാസസ്ഥലം, the ark that he is building in these end times, ഈ അന്ത്യനാളുകൾ കർത്താവ് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ through the പെട്ടകം Spirit, ആത്മാവിനാൽ will be a mighty vessel of God, അത് ദൈവത്തിന്റെ ശക്തമായ जो एक बर्तन या पात्र होगा, a vessel of deliverance വിടുതലിന്റെ പാത്രമായിരിക്കും. in the time of the judgments in these last days, as even Peter says. പത്രോസ് പറയുന്നതിലെ അന്ത്യകാലത്ത് വരുന്ന ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും ഒരു വിടുതലിന്റെ പാത്രമായിരിക്കും അത്. पात्र Listen carefully, saints of God, വിശുദ്ധന്മാരെ ശ്രദ്ധയോടെ and കേൾക്കുക. let God enlighten our understanding. നമ്മുടെ ഹൃദയദൃഷ്ടിയെ ദൈവം പ്രകാശിപ്പിക്കുമാറാകട്ടെ. Let not the soul man rob it.
അത് പ്രാണമനുഷ്യൻ മോഷ്ടിക്കുവാൻ കവരുവാൻ നാം drag it ഒരിക്കലും to അനുവദിക്കരുത്. himself. ആ പ്രാണനിലേക്ക് തന്നെ ആകർഷിക്കാൻ നാം ആ പ്രാണന മനുഷ്യനെ അനുവദിക്കരുത്. നാം ആത്മാവിനെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. എനിക്ക് ആ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമെന്ന് ദൈവത്തോട് പറയാം. It will be a vessel of deliverance in the time of judgments in these last days. ഈ അന്ത്യനാളുകൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ സമയത്ത് കർത്താവിന്റെ ഭവനം ഒരു വിടുതലിന്റെ They will be പാത്രമായിരിക്കും. here. They will be here in the time of tribulation. മഹോദരവകാലത്ത് അവർ ഇവിടെ ഉണ്ടായിരിക്കും. The church will be here during the time of tribulation. ആ സമയത്ത് സഭ ഇവിടെ ഉണ്ടായിരിക്കും. But they are not for the tribulation as we heard. എന്നാൽ നാം കേട്ടതുപോലെ I want to മഹോദ്രവത്തിനായിട്ടല്ല turn us സഭ to a ഇവിടെ scripture ആയിരിക്കുന്നത്. in the book of Psalm. സങ്കീർത്തനത്തിലുള്ള ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ A psalm ശ്രദ്ധയെ which കൊണ്ടുവരുവാൻ most of the people ആഗ്രഹിക്കുന്നു. know. നമുക്കെല്ലാവർക്കും വളരെ Most of the people പരിചിതമായ recite ഒരു every night before they sleep. സങ്കീർത്തന ഭാഗമാണ് ഇത്. പലപ്പോഴും നാം ഉറങ്ങുന്നതിന് മുമ്പ് വായിക്കാറുള്ള സങ്കീർത്തനമാണ്. See, everybody knows that psalm. ആ സങ്കീർത്തനം നമുക്കെല്ലാവർക്കും അറിയാം. It's a song, it's a psalm അത് ഒരു which everyone സങ്കീർത്തനമാണ്. recite every night, നാം സാധാരണ പാടുന്ന ഒരു പാട്ടാണത്. especially people from south. പ്രത്യേകിച്ച് ദക്ഷിണ ഇന്ത്യയിലുള്ളവർ. I'm sure that people from north also do that, but ഉത്തര ഇന്ത്യയിലുള്ളവരും അത് ചെയ്യാറുണ്ട്, this എനിക്കറിയാം. psalm is meant for his church. ഈ സങ്കീർത്തനം തന്റെ സഭയ്ക്കായിട്ടുള്ളതാണ്. He that dwelleth in the secret place of the Most High സങ്കീർത്തനം shall 91. abide under the shadow of the Almighty. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തിന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. शक्तिमान की छाया में ठिकाना पाए. And remember, this is speaking about the most holy place. ഇത് ആ അതിവിശുദ്ധ സ്ഥലത്തെ കുറിച്ചാണ് The പറയുന്നത്. most secret, the secret place of the Most High is the most holy place. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നത് ആ Under the അതിവിശുദ്ധ shadow of the സ്ഥലത്ത് Almighty. ജീവിക്കുന്ന Alright. ജീവിതത്തെയാണ്. I will say of the Lord, He is my refuge, യഹോവയെ and കുറിച്ച് my അവൻ എന്റെ fortress, my God, in Him will I trust. സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. It talks about a people who have made the most holy place their habitation. ഒരു ജനം അതിവിശുദ്ധ സ്ഥലത്തെ തന്റെ നിവാസമാക്കിയ അതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. Surely He shall deliver thee from the snare of the fowler and from the noisome pestilence. അവർ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് നാശകരമായ He മഹാമാരിയിൽ നിന്ന് shall cover വിടുവിക്കും. thee with His feathers, തന്റെ തൂവലുകൾ and കൊണ്ട് അവൻ under നിന്നെ His മറയ്ക്കും. wings shall thou trust. His truth shall be thy shield and buckler. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയും ആകുന്നു. Do you know where the wings are in the tabernacle? ആ സമാഗമന കൂടാരത്തിൽ ആ കെരൂബിന്റെ ചിറകുകൾ എവിടെയായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? Where you find the cherubim. That's അവിടെയാണ് where you have the wings. അവിടെയാണ് നമ്മൾ So ചിറകിൻ this കീഴിൽ is talking കാണുന്നത്. about the most holy place realm. ഇത് വന്നിട്ട് And people who live അതിവിശുദ്ധ in that realm. സ്ഥലത്തിന്റെ ആ മണ്ഡലത്തെയാണ് കുറിക്കുന്നത്. ആ സ്ഥാനത്ത് So it says that നിവസിക്കുന്ന ഒരു very ജനത്തെയാണ് അത് clearly in കുറിക്കുന്നത്. verse 4, again I'm reading, He shall cover thee with His wings, with His feathers, and under His wings shalt thou trust. His truth shall be thy shield and buckler. തന്റെ തൂവൽ Verse കൊണ്ട് 5, അവൻ നിന്നെ മറയ്ക്കും. അവന്റെ Thou ചിറകിൽ shalt നീ not be ശരണം പ്രാപിക്കും. afraid for the terror by night, രാത്രിയിലെ nor ഭയത്തെയും for the arrow that flieth by day. പകൽ പറക്കുന്ന അസ്ത്രത്തെയും से भय से डरेगा और ना उस दिन से जो दिन को उजाड़ता है. Nor for the pestilence that walketh in darkness, nor for the distraction that wasteth at noonday. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് It's പേടിപ്പാനില്ല. talking about the tribulations. ഇത് മഹോദരകാലത്തെ കുറിച്ചാണ് Verse പറയുന്നത്. 7, 1,000 shall fall at thy side, and 10,000 at thy right hand, but it shall not come nigh thee. നിന്റെ വശത്ത് 1000 പേര് നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. Only with thine eyes shall thou behold and see the reward of the wicked. And that's what Noah saw. നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. അതാണ് നോഹ കണ്ടത്. के अंत को देखेगा. Because thou hast made the Lord, which is thy refuge, even the Most High,
thy habitation. യഹോവ Hallelujah. Thy യഹോവേ നീ habitation. എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ So this psalm is not വാസസ്ഥലമാക്കിയിരിക്കുന്നു. for everybody. ഈ സങ്കീർത്തനം Well, then everybody എല്ലാവർക്കും can വേണ്ടിയുള്ള use it. That's a different സങ്കീർത്തനമല്ല. thing. എല്ലാവരും ഈ സങ്കീർത്തനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ But it തന്നെയും says here, because thou hast made the Lord, which is my refuge, even the Most High, thy habitation. യഹോവേ നീ എന്റെ Those who have made സങ്കേതമാകുന്നു, the നീ most holy അത്യുന്നതനെ നിന്റെ place their വാസസ്ഥലമാക്കിയിരിക്കുന്നു. അവർ ആ അതിവിശുദ്ധ സ്ഥലത്തെ തങ്ങളുടെ നിവാസമാക്കിയിരിക്കുന്നു. There shall no evil befall thee, neither shall any plague come nigh thy dwelling. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് The rest of the psalm is അടുക്കുകയില്ല. with you. You can read, meditate, sleep. ആ സങ്കീർത്തനം നിങ്ങൾക്ക് തുടർന്ന് ധ്യാനിക്കാം. All right. Some people meditate and sleep. That's why I said. Sorry for that. All right. Now we see very clearly in God's word ദൈവവചനത്തിൽ നാം വ്യക്തമായി കാണുന്നത് that this is a realm of life. ഇത് ജീവന്റെ മണ്ഡലമാണ്. It's a realm of life. ഇത് ജീവന്റെ മണ്ഡലമാണ്. This is something to be lived. അവിടെ നാം You have ജീവിക്കേണ്ടതുണ്ട്. made me your habitation. എന്നെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നതാണ് And it's വായിക്കുന്നത്. a different thing, saints of God. അത് തികച്ചും വ്യത്യസ്തമായ ഒരു So we കാര്യമാണ് see ദൈവജനമേ. that God is building a house, ദൈവം ഒരു ഭവനത്തെ a പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. habitation of God through the Spirit, ദൈവത്തിന് ഒരു നിവാസമായിട്ട് which ആത്മാവിനെ shall be a mighty പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. vessel of deliverance. അത് ദൈവത്തിന്റെ വിടുതലിന്റെ ഒരു Which shall be വലിയ a mighty ശക്തമായ vessel of പാത്രമായിരിക്കും. deliverance. In the time of the judgments of God in these end times. ഈ അന്ത്യനാളുകൾ ദൈവത്തിന്റെ ന്യായവിധി കടന്നു വരുമ്പോൾ So remember, the church will be here during the times of tribulation. മഹോത്തരവകാലത്ത് സഭ ഇവിടെ ഉണ്ടായിരിക്കും. Any amount of teaching by majority is not going to change. ഭൂരിപക്ഷത്തിന്റെ ഉപദേശമൊന്നും ഈ സത്യത്തെ മാറ്റുവാൻ പോകുന്നില്ല. शिक्षाएं इन चीजों को नहीं बदल सकती. Yes, but they are not here for tribulation. എന്നാൽ അവരിവിടെ ആയിരിക്കുന്നത് Yes. God will ന്യായവിധിക്കായിട്ടല്ല, preserve them. മഹോദ്രവത്തിനായിട്ടാണ്. ദൈവം So അവരെ we see പരിരക്ഷിക്കും. Noah giving himself to building of the ark, which every time he gave himself, it brought him out of the soul realm, out of the world realm. जितने बार ഈ പെട്ടകത്തെ പണിയുന്നതിനായി നോഹ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഓരോ സമയത്തും ഈ ലോകത്തിന്റെ മണ്ഡലത്തിൽ നിന്നും പ്രാണന്റെ മണ്ഡലത്തിനും താൻ വെളിയെ വന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു. बहुत दूर गया आप, उतना ही वो जो है बहुत दूर गया आप, घूम के आ रहा है. Let's say straight. Every time he built the ark, താൻ പെട്ടകത്തെ he brought പണിഞ്ഞപ്പോൾ himself out of the world, തന്നെ ഈ ലോകത്തിൽ നിന്ന് വെളിയെ out of the കൊണ്ടുവരികയായിരുന്നു. self-life. തന്റെ സ്വയ ജീവിതത്തിൽ നിന്ന് തന്നെ വെളിയെ Yes. കൊണ്ടുവരികയായിരുന്നു. Now, this is very important. ഇത് വളരെ You പ്രാധാന്യമർഹിക്കുന്നു. want to be out of the world? Give ഈ yourself to the body of Christ. ലോകത്തിൽ നിങ്ങൾ വെളിയെ വരണമെങ്കിൽ സഭയെ, ശരീരത്തെ You want പണിയാൻ to നിങ്ങൾ bring ഏൽപ്പിച്ചു yourself കൊടുക്കണം. out of the self-life? സ്വയ ജീവിതത്തിൽ നിങ്ങളെ വെളിയെ കൊണ്ടുവരണമെങ്കിൽ Give yourself to the building of the body of Christ. കർത്താവിന്റെ ശരീരമായ സഭയെ പണിയുവാൻ നിങ്ങളെ ഏൽപ്പിച്ചു Because കൊടുക്കാം. self cannot build itself a body. സ്വയത്തിന് ഒരിക്കലും ഒരു ശരീരമായി It has to പണിയപ്പെടുക be the സാധ്യമല്ല. Spirit. ആത്മാവിനാൽ മാത്രമേ It has to be സാധ്യമാകുള്ളൂ. through the cross. ക്രൂശിന്റെ പ്രവർത്തനത്തിലൂടെ Yes. മാത്രമേ So may സാധ്യമാകുള്ളൂ. God help us to take that. Let our understanding be enlightened by the ഈ Spirit. സത്യത്തെ സ്വീകരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവം Now, നമ്മുടെ as ആത്മീയ Noah ദൃഷ്ടിയെ began to build പ്രകാശിപ്പിക്കുമാറാകട്ടെ. Ark. നോഹ ഈ പെട്ടകത്തെ പണിയുവാൻ തുടങ്ങിയപ്പോൾ It may be a laughing stock to the world around him. തന്റെ ചുറ്റിലുമുള്ള ലോകത്തിന് അതൊരു ഒരു 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 To the religious world around him. ഒരു പരിഹാസത്തിന് കാരണമായിരുന്നിരിക്കാം. തന്റെ ചുറ്റിലുമുള്ള For Noah's ark മതലോകത്തിന്. looked like a very funny ship. എന്തുകൊണ്ടെന്നാൽ നോഹ പണിഞ്ഞ പെട്ടകം വന്നിട്ട് അതൊരു A അസാധാരണമായ strange looking കപ്പൽ compared പോലെയായിരുന്നു. to other vessels, perhaps. മറ്റുള്ള കപ്പലിനോടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ The body of Christ the Lord is building, കർത്താവ് പണിയുന്ന തന്റെ ശരീരമായ സഭ compared to the ecclesiastical order that we see around, നാം കാണുന്ന സഭാവ്യവസ്ഥിതികളോട് താരതമ്യം ചെയ്യപ്പെടുമ്പോൾ and the modern world church systems we see around, ആധുനിക
സഭാലോകത്തെ നാം കാണുമ്പോൾ built on dispensationalism, ആ യുഗാനുസരണമായ ഉപദേശങ്ങൾക്കനുസരിച്ച് compared to all പണിയപ്പെട്ടിട്ടുള്ള these, that which God was building, അതിനോട് ഈ ദൈവം പണിയുന്ന കാര്യത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ അത് അന്യമായ ഒന്നായി കാണപ്പെട്ടു. strange looking thing. അത് അന്യമായ ഒന്നായി കാണപ്പെട്ടു. Nothing that can be similar to what man was building. മനുഷ്യൻ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോട് സമാനമായതായിരുന്നില്ല അത്. Very strange. അത് തികച്ചും അന്യമായിരുന്നു. That's why, saints of God, we need to be really prepared for every kind of criticism. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മെ കുറ്റം പറയുന്നതിനൊക്കെ നാം ഒരുക്കമുള്ളവരായിരിക്കും. Every kind of criticism. മറ്റുള്ളവരെ നമ്മെ കുറ്റപ്പെടുത്തുന്നതൊക്കെ കേൾക്കുന്നതിന് നാം മടി കാണിക്കരുത്. People will talk a lot of things. നമുക്ക് വിരോധമായിട്ട് അവർ പല കാര്യങ്ങളും Because പറയും. it does not look like what they are building. അവർ പണിയുന്നതിന് സമാനമായിരിക്കില്ല നാം പണിയുന്നത്. Yes. And Noah had to go through this process in his life. നോഹയ്ക്ക് തന്റെ ജീവിതത്തിൽ ഇതിലൂടെ കടന്നു പോകേണ്ടി വന്നു. But the Lord is building a habitation for himself. എന്നാൽ ദൈവം തനിക്ക് ഒരു നിവാസത്തെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Through the Spirit of God, a vessel that he wants to have for his judgments. തന്റെ ആത്മാവിലൂടെ ദൈവത്തിന്റെ ന്യായവിധിക്കായിട്ട് ദൈവം ഒരു പാത്രത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Yes. Now, when we read through the scriptures, നാം ദൈവവചനത്തിൽ the scripture വായിക്കുമ്പോൾ says ദൈവവചനം it was പറയുന്നത് ഇങ്ങനെയാണ്. 300 cubits long അത് 300 അടി നീളമുള്ളതായിരുന്നു. and 30 cubits high 300 മുഴം നീളവും 30 മുഴം and ഉയരമുള്ളതായിരുന്നു. 50 cubits wide. 50 മുഴം Yes, അകലമുള്ളതായിരുന്നു. that was the measurement of the ark of Noah. അതായിരുന്നു നോഹയുടെ പെട്ടകത്തിന്റെ അളവുകൾ. It was an odd looking vessel. അത് അന്യമായി കാണപ്പെടുന്ന ഒരു പെട്ടകമായിരുന്നു. And it had 3 stories. അതിന് 3 നിലകൾ ഉണ്ടായിരുന്നു. Each story was 10 cubits high. ഓരോ നിലയും 10 മുഴം ഉയരമുണ്ടായിരുന്നു. And therefore the total height was 30 cubits. അതുകൊണ്ട് അതിനുടെ മുഴുവൻ ഉയരവും Yes. 30 But this is മുഴമായിരുന്നു. what God wanted. എന്നാൽ ദൈവത്തിന് ആവശ്യം ഇതായിരുന്നു. Amen. This is not what Noah wanted. Please ഇത് understand this. നോഹയ്ക്ക് ആവശ്യമുള്ളതെന്നതായാലും അധികമായിട്ട് ഇത് ദൈവത്തിന് വേണ്ടിയതായിരുന്നു. This is the kind of ark that God wanted. ദൈവത്തിന് ആവശ്യം ഇങ്ങനെയുള്ള ഒരു പെട്ടകമായിരുന്നു. In other words, വേറെ to വിധത്തിൽ put it പറഞ്ഞാൽ, in our words, നമ്മുടെ this വാക്കുകളിൽ is the പറഞ്ഞാൽ kind of church God wanted. ഇങ്ങനെയുള്ള സഭയാണ് Amen. കർത്താവിന് That വേണ്ടിയത്. makes sense to us? Yeah, that's more meaningful, Brother Joy. അതിനർത്ഥം മനസ്സിലാകുന്നില്ലേ? Shadows and types. This is the kind of church that God wanted. നിഴലായിട്ടും പ്രതിരൂപമായിട്ടും പറയാതെ പറയാം, This is ഇങ്ങനെയുള്ള the kind സഭയാണ് of ark ദൈവത്തിന് that ആവശ്യം. God wanted. ഇങ്ങനെയുള്ള പെട്ടകമാണ് ദൈവത്തിന് ആവശ്യം. God wanted to bring judgments ഈ ലോകത്തിൽ ന്യായവിധി കൊണ്ടുപോകാൻ ദൈവം and ആഗ്രഹിക്കുകയായിരുന്നു. safety for humanity and all that he created. എന്നാൽ ദൈവം തന്റെ മനുഷ്യനും സൃഷ്ടിക്കും ഒരു And bring them സുരക്ഷിതത്വം into a new ഒരുക്കുന്നതിനായിട്ട്, world. ഒരു പുതിയ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് So ഇങ്ങനെ this ഒരു is പെട്ടകമായിരുന്നു ദൈവത്തിന് what ആവശ്യം. he wanted in his own heart. തന്റെ ഹൃദയത്തിൽ അങ്ങനെയുള്ള പെട്ടകമായിരുന്നു ദൈവത്തിന് As ആവശ്യം. we heard, നാം കേട്ടതുപോലെ and it served God's purpose, isn't it? അത് Looking ദൈവിക back, ഉദ്ദേശം നിറവേറ്റി. however funny that it looked like, അത് അന്യമായി തോന്നിയാലും അത് ദൈവത്തിന്റെ ഉദ്ദേശം nothing നിറവേറ്റി. like a real ship, അതൊരു ശരിയായ കപ്പൽ പോലെ കാണപ്പെട്ടില്ലെങ്കിൽ but തന്നെ it served God's purpose. It met God's need. അത് ദൈവത്തിന്റെ ഉദ്ദേശത്തെ നിറവേറ്റി, ദൈവത്തിന്റെ ആവശ്യത്തെ നിറവേറ്റി. As we heard some time back, it had മുമ്പ് no നാം കേട്ടിട്ടുള്ളതുപോലെ navigation. അതിന് It was only meant to float. അത് ഓടിക്കാവുന്ന ഒന്നായിരുന്നില്ല. അത് Thank വെള്ളത്തിന്റെ God. മേൽ പൊങ്ങി നിൽക്കുവാൻ മാത്രമേ It was കഴിയത്തുള്ളൂ. floating. It floated. എന്നാൽ അത് വെള്ളത്തിന്റെ Thank God, മേലിൽ പൊങ്ങി Barney did നിന്നതിനായിട്ട് not come ദൈവത്തിന് inside. സ്തോത്രം. വെള്ളം ഉള്ളിൽ വരാതെ ഇരുന്നല്ലോ. Amen. All that was taken care by God. ദൈവം അതെല്ലാം So he did the navigation. കരുതി. He did everything for that vessel. ദൈവം ആ പെട്ടകത്തെ But the ഓടിച്ചു. ആ reality പെട്ടകത്തിന് is വേണ്ടിയെല്ലാം that ദൈവം it was ചെയ്തു. a strange looking vessel. എന്നാൽ അതൊരു അന്യമായ പാത്രമായിരുന്നു.
Now, why did God specify particular numbers? എന്തുകൊണ്ടാണ് പ്രത്യേക അളവുകൾ ദൈവം ഈ പെട്ടകത്തിന് നൽകിയത്? ये जो परिमाण Was it an accident? അത് अकस्मात कोई बात हुई Or ആക്സിഡന്റലായിട്ട് did ദൈവം he ചെയ്തൊരു just figure it കാര്യമായിരുന്നു. out through his hat? या फिर उसने दिमाग में सोचा और किसी प्रकार से कुछ अंक दे दिए? Yeah? I know that God doesn't do anything by accident. ദൈവം ഒന്നും വെറുതെ ചെയ്യാറില്ല. Yes. Things just do not happen with the Lord. നമ്മുടെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒന്നും അങ്ങനെ തന്നെ ചെയ്യാറില്ല. His wisdom was in everything he did. താൻ ചെയ്ത എല്ലാത്തിലും ദൈവത്തിന്റെ ജ്ഞാനം ഉണ്ടായിരുന്നു. He is using this ark to speak to us. ഈ പെട്ടകത്തെയാണ് ഇന്ന് നമ്മുടെ സംസാരിക്കുന്ന ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. Remember that, saints of God. അതേ നാം ഓർക്കണം Through that വിശുദ്ധന്മാരെ. old ark, ആ പഴയ പെട്ടകത്തിലൂടെ whose specifications were given to Noah. നോഹയ്ക്ക് അതിന്റെ അളവുകൾ ദൈവം നൽകിയിരുന്നു. You know, those things are to speak to us today. അതിന്റെ അളവുകൾ ഇന്ന് നമ്മോട് സംസാരിക്കേണ്ടതുണ്ട്. It is to speak to us today. അത് നമ്മോട് സംസാരിക്കുന്നതിനായിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പുത്രന്മാരോട് സംസാരിക്കുന്നതിനായിട്ട്, To speak to us about the overcomers. വിജയിക്കുന്നവരോട് സംസാരിക്കുന്നതിനായിട്ട്, Into a body of believers. അവർ ഒന്ന് ചേർന്ന് ദൈവത്തിന്റെ ശരീരമായ To that സഭയായി glorious പണിയപ്പെടും. body of believers. മഹത്വമുള്ള ഒരു ശരീരമായിട്ട് Yes. That ark ആ പെട്ടകം is to speak to us today, now, in our lives. ഇന്ന് ഇപ്പോൾ നമ്മോട് സംസാരിക്കേണ്ടതിനായിട്ട് To form രൂപപ്പെടുത്തിയതായിരുന്നു. a glorious vessel unto the Lord. ദൈവത്തിന് മഹത്വമേറിയ ഒരു പാത്രത്തെ ഒരുക്കുന്നതിനായിട്ട്, A house that will experience the fullness of God. കർത്താവിന്റെ പൂർണ്ണത അനുഭവിക്കുന്ന ഒരു പാത്രത്തെ ഒരുക്കുന്നതിനായിട്ട്, A vessel full of the glory of God, കർത്താവിന്റെ പൂർണ്ണ മഹത്വം ഉൾക്കൊള്ളുന്ന ഒരു പാത്രം, and will bring deliverance അത് വിടുതൽ കൊണ്ടുവരും. to the humanity, മനുഷ്യന്, creation. സൃഷ്ടിക്ക് അത് വിടുതൽ കൊണ്ടുവരും. Glory to God. ദൈവത്തിന് A മഹത്വം vessel ഉണ്ടാകട്ടെ. for his judgments തന്റെ ന്യായവിധിക്കായിട്ടുള്ള ഒരു പെട്ടകം, in ഒരു these പാത്രം last days. ഈ അന്ത്യനാളുകൾ. So remember, saints of God, this is where our life comes in. വിശുദ്ധന്മാരെ ഓർക്ക, ഇവിടെയാണ് So നമ്മുടെ this is ജീവിതം not കടന്നു something വരുന്നത്. abstract, ये कोई अमूर्त something of history we are ഇത് looking at and അബദ്ധമായ admiring. ഒരു ചരിത്രമല്ല. You know, that Noah was a great man of faith. നോഹ ഒരു വലിയ വിശ്വാസമുള്ള മനുഷ്യനായിരുന്നു എന്ന് പറയുന്നതിനൊന്നുമല്ലത്. But it's talking about you and me today. എന്നാൽ ഇന്ന് നിങ്ങളെയും എന്നെയും കുറിച്ചാണ് ഇത് The പറയുന്നത്. ark talks about God's overcomers. ഇന്ന് ഈ പെട്ടകം ദൈവത്തിന്റെ വിജയികളുടെ സമൂഹത്തെയാണ് It talks കുറിക്കുന്നത്. about the sons of God. അത് ദൈവപുത്രന്മാരെയാണ് കുറിക്കുന്നത്. It talks about his glorious church അത് കർത്താവിന്റെ that സഭയാണ് shall be പ്രതിനിധീകരിക്കുന്നത്. built in these end times. ഈ അന്ത്യനാളുകൾ പണിയപ്പെടുന്ന, A vessel for his judgments in these last days. ഈ അന്ത്യനാളുകൾ തന്റെ ന്യായവിധിയുടെ Paul says in പാത്രമായി 1 തീരുന്ന Corinthians chapter 10, ഒരു പെട്ടകത്തെയാണ് ഒരു you know, ഒരു Paul ഒരു says the ഒരു things that സഭയാണ് have അത് been കുറിക്കുന്നത്. written there in the Old Testament, they are written for our admonition. പഴയ നിയമത്തിൽ എഴുതിയ കാര്യങ്ങളെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായി എഴുതപ്പെട്ടിരിക്കുന്നത് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു. Our admonition. അത് നമുക്ക് for our learning. ദൃഷ്ടാന്തമായി എഴുതപ്പെട്ടിരിക്കുന്നു. Yes. So these things which are written there, അവിടെ they എഴുതിയിട്ടുള്ള are to കാര്യങ്ങൾ admonish us and teach us. അത് നമ്മെ പഠിപ്പിക്കുന്നതിന് ഒരു ദൃഷ്ടാന്തമാണ്. Yes. Now, I just want to take a little more time today. ഇന്നൊരല്പസമയം കൂടെ എടുക്കുവാൻ ഞാൻ You know, as I താല്പര്യപ്പെടുന്നു. said, you know, God gave some particular number, measurements, ദൈവം ചില dimensions about the ark. പ്രത്യേക അളവുകൾ ഈ പെട്ടകത്തിന് നൽകി. Now, we have seen this before. ഇതിനു മുമ്പ് നാം കണ്ടിട്ടുണ്ട്. When the Lord is to have a tabernacle, ദൈവം ഒരു സമാഗമന കൂടാരത്തെ പണിയുവാൻ ആഗ്രഹിച്ചപ്പോൾ അതിനുള്ള അളവുകൾ താൻ നൽകി. you know, the Lord said to Moses very clearly, മോശയോട് വളരെ വ്യക്തമായിട്ട് ദൈവം അരുളി they are ചെയ്തു, to build me a sanctuary, നീ എനിക്കൊരു നിവാസം പണിയണം, but according to the pattern I was shown there. എന്നാൽ ഞാൻ നിനക്ക് നൽകിയ മാതൃക പ്രകാരം അതിനെ Solomon is to പണിയണം. build a temple ശലോമോൻ ഒരു according to ആലയം the pattern shown പണിയേണ്ടതുണ്ടായിരുന്നു. to David. ദാവീദിന് താൻ കൊടുത്ത മാതൃക പ്രകാരം അതേ പണിയേണ്ടതുണ്ടായിരുന്നു. बताए गए थे उसी के अनुसार उस खेमे को बनाना था। Yes, so we see that God gives
the dimensions, the measurements. ദൈവം അളവുകളെ നൽകുന്ന ദൈവമാണ്. Yes. The Lord did that. And here also the Lord gave the measurements. ദൈവം അത് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും പെട്ടകത്തിന്റെ കാര്യം വന്നപ്പോൾ പെട്ടകത്തിന്റെ അളവും ദൈവം നൽകി. പെട്ടകത്തിന് 300 മുഴം നീളവും 30 മുഴം ഉയരവും 50 മുഴം വീതിയും ഉണ്ടായിരുന്നു. Yes, saints of God. വിശുദ്ധന്മാരെ, And so it means something for us even in these days. ഈ സമയത്ത് അത് നമുക്ക് അർത്ഥവത്തായ ഒന്നാണ്. Yes. What has the Ark of Noah, what does it speak to us? നോഹയുടെ പെട്ടകം എന്താണ് നമ്മളോട് We are living സംസാരിക്കുന്നത്? in the days of the coming of the Son of Man. Remember, മനുഷ്യപുത്രന്റെ വരവിന്റെ സമയത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. in the days of the coming of the Son of Man. മനുഷ്യപുത്രന്റെ മടങ്ങി വരവിന്റെ സമയത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. और इस अंत के दिनों में मनुष्य के पुत्र का आगमन होने वाला है. Yes. उसके विषय में Remember that Jesus said very, very clearly, യേശുക്രിസ്തു ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. as the days of Noah, so shall it be in his days. നോഹയുടെ കാലത്തെന്നതുപോലെ ഈ അന്ത്യനാളുകളിൽ നടക്കും. So, I just want to look at the number 300. 300 എന്ന It ആ says the measurement, സംഖ്യയെ നമുക്കൊന്ന് പരിഗണിക്കാം. the length of the ark was 300 cubits. പെട്ടകത്തിന്റെ നീളം 300 മുഴമായിരുന്നു. You know, just to show us something from God's word. ദൈവത്തിൽ ചില കാര്യങ്ങളെ ഞാൻ That കാണിക്കുവാൻ the താല്പര്യപ്പെടുന്നു. numbers to God really mean something. ദൈവത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സംഖ്യയെല്ലാം ദൈവത്തിന് പ്രാധാന്യത ഉള്ളതാണ്. The number 300 300 എന്ന സംഖ്യ in the Bible speaks വേദപുസ്തകത്തിൽ of complete deliverance. അത് പൂർണ്ണ വിടുതലിനെ കുറിക്കുന്നതാണ്. पूर्ण छुटकारे के विषय में Complete deliverance of victory in conflict. ആ പോരാട്ടത്തിലുള്ള പൂർണ്ണ വിജയത്തെയാണ് അത് കുറിക്കുന്നത്. Yes. That's what 300 speaks about. അതാണ് 300 എന്ന സംഖ്യ And where പ്രതിനിധീകരിക്കുന്നത്. it is used in the Bible, ദൈവജനത്തിൽ എവിടെയാണ് ഇത് you ഉപയോഗിച്ചിട്ടുള്ളത്? often find that പലപ്പോഴും അത് not ഉപയോഗിച്ചിരിക്കുന്നത് only നാം കാണുവാൻ 300 കഴിയും. is used, but 3 is also used. ഈ 300 ഉപയോഗിച്ചിരിക്കുന്നിടത്തൊക്കെ 3ഉം ഉപയോഗിച്ചിട്ടുണ്ട്. Yes. So don't get too interested and miss the message. ഇപ്പൊ ഈ സംഖ്യയുടെ കാര്യത്തിൽ നമ്മുടെ Sometimes ശ്രദ്ധ people get so interested, the whole week you may be playing with numbers. ആകർഷിക്കപ്പെട്ടിട്ട് Don't do ആ that. കാര്യത്തിൽ Listen to നമ്മുടെ God, what God ശ്രദ്ധ has to say. തിരിയരുത്. ദൈവം പറയുന്ന വചനത്തിലായിരിക്കട്ടെ നമ്മുടെ So, ശ്രദ്ധ. you know, we see that wherever 300 is used, many a time number 3 is also used. 300 എന്ന സംഖ്യ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം കാണുന്നത് 3 എന്ന സംഖ്യ അതിനോട് ബന്ധപ്പെടുത്തി example, ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 300 cubits long, 300 but it മുഴം had 3 stories. നീളം, എന്നാൽ അതിന് 3 നിലകൾ ഉണ്ടായിരുന്നു. 303, they many a time go together. ഈ 300 3ഉം ഒന്നിച്ചു പോകുന്ന രണ്ട് Each സംഖ്യകളാണ്. one 300 cubits long, and each one had 10 cubits height. So 3 of them. 300 മുഴം നീളം ഉണ്ടായിരുന്നു, എന്നാൽ ആ നിലകൾക്ക് ഓരോന്നിനും 10 മുഴം ഉയരമുണ്ടായിരുന്നു. You know, they made the complete ark, in other words. അതാണ് ഈ പെട്ടകത്തെ Ready to save പൂർണ്ണമാക്കിയത്. the ones who entered into it. അതിനുള്ളിൽ പ്രവേശിച്ചവരെ God's വിടുവിക്കുന്നതിന് chosen were saved and they were അത് protected by the പര്യാപ്തമായിരുന്നു. Lord. ദൈവത്താൽ അവർ കാക്കപ്പെട്ടു, Now, പരിരക്ഷിക്കപ്പെട്ടു, I അതിൽ want to take us പ്രവേശിച്ചവർ. to a scripture in the Old Testament. പഴയ നിയമത്തിലുള്ള ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ And that is found ആകർഷിക്കാൻ in the book ആഗ്രഹിക്കുന്നു. of Judges. Now ന്യായാധിപന്മാരുടെ somebody says, പുസ്തകം. I know where he is going. All right. Yeah, so don't miss. സഹോദരന് പറയാൻ പോകുന്നത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ദൈവം പറയുവാൻ You know, when ആഗ്രഹിക്കുന്ന we കാര്യത്തെ turn നാം to the book നഷ്ടപ്പെടുത്തരുത്. of Judges ന്യായാധിപന്മാരുടെ പുസ്തകം and chapter 6, 6-ാം അധ്യായം. we read that a man called Gideon. ഇവിടെ ഗിദെയോൻ എന്ന ഒരു മനുഷ്യനെ കുറിച്ച് നാം വായിക്കുന്നു. Yes. You know, we see that, you know, for want of time, I'm not reading all the scriptures. We നേരക്കുറവ് കാരണം read in chapter 6 that Israel was oppressed by the Midianites. അനേകം വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ പോകുന്നില്ല. इस्राएलियों के ऊपर एक जबरदस्त जो है ഇസ്രായേൽമാർക്ക് Yes. You please read these verses. മിദ്യാൻ ഇസ്രായേൽമേൽ ആധിക്യം പ്രാപിച്ചു നമ്മുടെ വായിക്കുന്നു. Any grain that, you know, that they were able to grow was snatched away by the enemy.
അവരുടെ നാട്ടിലെ വിളവിനെയൊക്കെ ഈ മിഥ്യാന്യർ നശിപ്പിച്ചു. Every harvest, എല്ലാ കൊയ്ത്തുകളും as soon as it was harvested, they were taken away by the enemy. നടന്നപ്പോൾ വന്ന ധാന്യങ്ങളെയൊക്കെ അവർ കവർന്നുകൊണ്ടുപോയി. शत्रु आके उसे उठा के ले And therefore God appeared unto Gideon അതുകൊണ്ട് ഗിദെയോന്റെ അടുക്കൽ ദൈവം പ്രത്യക്ഷനായി परमेश्वर प्रकट हुआ and gave him a charge തനിക്കൊരു to wage a war against the Midianites. മിഥ്യാന്യർക്ക് വിരോധമായിട്ട് And യുദ്ധം deliver his ചെയ്യുന്നതിന് ആജ്ഞ നൽകി. Now those who do not know this story, please read chapter 6 when you go back. ഈ കാര്യം പരിചിതമല്ലാത്തവർ And if you ന്യായാധിപന്മാരുടെ don't read it, പുസ്തകം it is 6-ാം also അധ്യായം okay. വായിക്കുക. You will not know what it means. All right. So we see this was the background. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. When the Lord said to Gideon to prepare himself to wage a war against the Midianites, മിദ്യാന്യരോട് യുദ്ധം ചെയ്യുന്നതിനായിട്ട് പോകുവാനായിട്ട് ഗിദെയോനോട് ദൈവം കൽപ്പിച്ചപ്പോൾ करने के लिए तैयार yes, no, finally Gideon was prepared for it. അതിന് ഗിദെയോൻ തന്നെ ഒരുങ്ങി. Gideon began to muster or enroll people into his army. തന്റെ സേനയിലേക്ക് ജനങ്ങളെ അവൻ ചേർക്കുവാൻ തുടങ്ങി. Not many responded to his trumpet call. അവന്റെ കാഹളനാദത്തിന് പലരും പ്രതികരിച്ചില്ലെങ്കിൽ തന്നെയും लोगों ने अपनी सहमति नहीं दी Yes. He responded, he began to muster or enroll people into his army. തന്റെ സേനയിലേക്ക് ജനങ്ങളെ താൻ ചേർക്കുവാൻ തുടങ്ങി. होने के लिए लोगों से कहा Not many people responded, അനേകർ പ്രതികരിച്ചില്ല. but some people did respond to his call. എങ്കിലും തീർച്ചയായും ചിലർ പ്രതികരിച്ചു. Yes. But Gideon had a word from God, ദൈവത്തിന്റെ അടുക്കൽ നിന്നും and therefore Gideon took courage in the word of the Lord. ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നത് കൊണ്ട് താൻ ആ വചനത്തിൽ തന്നെ ശക്തീകരിച്ചു. Some people responded to his call. ചിലർ തന്റെ ആ And when we കാഹളധ്വനിക്ക് turn to പ്രതികരിച്ചു. chapter 7, 7-ാം അധ്യായത്തിലേക്ക് നാം so the വരുമ്പോൾ whole chapter 6, just in few words, I concluded. 6-ാം അധ്യായത്തെ കുറിച്ച് ചില വാക്കുകൾ മാത്രം പ്രതിപാദിച്ചിട്ട് ഞാൻ മുമ്പോട്ട് I പോകുവാനാണ് was thinking താല്പര്യപ്പെടുന്നത്. all the time about you, which is not good. All right. So we are in chapter 7 now. 7-ാം Let's listen അധ്യായത്തിലേക്ക് very നമുക്ക് നോക്കാം. carefully. ശ്രദ്ധയോടെ കേൾക്കാം. So some people responded to the call of Gideon. ഗിദെയോന്റെ വിളിയോടെ ചിലർ പ്രതികരിച്ചു. And now I am reading verse 2. 2-ാം വാക്യം. And the Lord said unto Gideon, the people that are with thee are too many for me to give the Midianites into their hands, lest Israel warn themselves against me, saying, mine own hand hath saved me. യഹോവ ഗിദെയോനോട് നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടത് ഞാൻ മിഥ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. मेरे विरुद्ध अपनी बड़ाई मारने लगेंगे कि हम अपने ही बुद्धबल के द्वारा बचे हैं. In other words, some people responded. ചിലർ തീർച്ചയായിട്ടും പ്രതികരിച്ചു എന്നാണ് ഇതിന്റെ And the അർത്ഥം. Lord said, എന്നാൽ കർത്താവ് പറഞ്ഞു, the people that are with thee are too many for me. നിന്റെ കൂടെയുള്ളവർ വന്നിട്ട് അധികമാണ് എന്ന് കർത്താവ് അവനോട് Now, പറഞ്ഞു. there are 32,000 people who responded to him. തന്റെ വിളിക്ക് പ്രതികരിച്ച് 32,000 പേർ കൂടി വന്നു. When you take or compare the host of the Midianites, they were 135,000. और ആ മിദ്യാന്യരുടെ ആ സേനയെ നാം കാണുമ്പോൾ അവർ 1,35,000 പേരുണ്ടായിരുന്നു. 1000 सेना थी And he had 32,000 people responded to his army. എന്നാൽ ഈ മിഥ്യാന്യരോട് പോരാടുന്നതിന് തന്റെ പക്ഷം ഉണ്ടായിരുന്ന 32,000 And you know what പേരായിരുന്നു. the Lord said? കർത്താവ് എന്താണ് പറഞ്ഞെന്നറിയാമോ? These are too many. ആളുകൾ Have you ever അധികമാണ്. seen any general saying that? അങ്ങനെ പറയുന്ന ഒരു Any general would ever say സേനാപതിയെ that? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? That 32,000 is more in comparison to 135,000. 1,35,000 പേരോട് താരതമ്യപ്പെടുത്തുമ്പോൾ 32,000 പേർ അധികമാണെന്ന് പറയുന്ന ഒരു സേനാധിപതിയെ But നിങ്ങൾ God കണ്ടിട്ടുണ്ടോ? looked at the whole scene. എന്നാൽ മുഴു കാര്യത്തെയും ദൈവം വീക്ഷിച്ച He ശേഷം looked at the small army of Gideon of 32,000. ഗിദെയന്റെ ചെറിയ ആ പടയായ And the Lord 32,000 said, പേര് "They are നോക്കിയിട്ട് too many കർത്താവ് for പറഞ്ഞു, me." അവർ എനിക്ക് അധികമാണ്. Yes. There are too many for me.
അവരെനിക്ക് അധികമാണ്. This is the verdict of the Lord. ഇതാണ് ദൈവത്തിന്റെ വിധി. Today, when we look around, നാം ഇന്ന് ചുറ്റിലും Christian കാണുമ്പോൾ leaders are mobilizing people. ഇന്ന് ക്രിസ്തീയ നേതാക്കന്മാരൊക്കെ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. अपनी ओर खींचते हैं, बुला Mobilizing people, ജനങ്ങളെ mobilizing ഒന്നിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. Christians to wage a war against the forces of evil. ശത്രുവിന്റെ സേനയോട് പോരാടുന്നതിനായിട്ട് उसके विरोध में लड़ने के लिए अधिक Everywhere there's a manifestation in lakhs and thousands. Have you seen that? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേര് One ഒന്നിച്ചു recently കൂടുന്നുണ്ട്. happened in Dimapur. ദീമാപൂരിലെ I don't know if you know സമീപത്ത് about വന്ന it. സമയത്ത് നിങ്ങൾക്ക് അതേക്കുറിച്ച് അറിയാമെന്ന് 1 എനിക്കറിയത്തില്ല. lakh people came and 1,00,000 പേര് flashing ഒന്നിച്ചു lights കൂടി. and dancing. Everyone saying Nagaland for Christ. My goodness. അവരെല്ലാവരും This is happening. അവരെല്ലാവരും ഒന്നിച്ചു Everybody is mobilizing, നാഗാലാൻഡ് showing the ക്രിസ്തുവിന് വേണ്ടി strength എന്ന് of പറഞ്ഞ് the army പാടുകയും of God. But God ദൈവത്തെ says ആരാധിക്കുകയും 32,000 is too many. Gideon. നോഹയുടെ പക്ഷത്തും ഗിദെയോന്റെ പക്ഷത്ത് 32,000 ഉണ്ടായിരുന്നു. ദൈവം അവരെ നോക്കിയിട്ട് പറഞ്ഞു ഇവർ അധികമാണ്. Do you understand what I'm ഞാൻ saying? പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? The strategy of God is different. ദൈവത്തിന്റെ തന്ത്രങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. God's measurements are different. ദൈവത്തിന്റെ അളവുകൾ തികച്ചും വ്യത്യസ്തമാണ്. We need to understand what God is building in this hour. ഈ സമയത്ത് ദൈവം എന്താണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം മനസ്സിലാക്കണം. Any smart fundamentalist could tell his people or their people like this. Now, boys, this is the way you have to do it. और बालकों इस प्रकार This is the way you have to. I'm not using that particular word. This is the way to do it. Go. Take this. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ Give the പോകാൻ എന്നൊക്കെ advertisement. Do പറയും. this way. ഇങ്ങനെ നിങ്ങൾ Do that കാര്യങ്ങൾ way. ചെയ്യണം. അങ്ങനെ You ചെയ്യണം. can mobilize more for God. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും ആൾക്കാരെ നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി കൂട്ടുവാൻ കഴിയും. Lot of advertising. അങ്ങനെയുള്ള വിളംബരങ്ങളൊക്കെ ഉണ്ട്. Sword means the word. तलवार जिससे വാള് ദൈവത്തിന്റെ വചനമാണ്. Organizations have come up और बहुत सारे जो संस्थाएं to mobilize. लोगों को इकट्ठा किया जाए To mobilize. But in ഇന്ന് man's ജനങ്ങളെ vessel, ഒന്നിച്ചു കൂട്ടുന്നതിനായിട്ടാണ് ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. saints, these vessels can't meet God's need. എന്നാൽ ഈ പാത്രങ്ങൾക്കൊന്നും ദൈവത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക It സാധ്യമല്ല. cannot meet God's need. किसी भी तरीके से ഇവയൊന്നും ദൈവത്തിന്റെ God has his ആവശ്യങ്ങൾ നിറവേറ്റുക measurements. സാധ്യമല്ല. ദൈവത്തിന് God തന്റെ has his അളവുകളുണ്ട്. principles. ദൈവത്തിന് തന്റെ പ്രമാണങ്ങളുണ്ട്. That which is built according to His principle, that alone can meet with the powers of darkness. ദൈവത്തിന്റെ അളവനുസരിച്ച് ദൈവത്തിന്റെ ആവശ്യമനുസരിച്ച് ഒരുക്കപ്പെട്ടവർക്ക് മാത്രമേ ശത്രുവിനെ ജയിക്കുവാൻ കഴിയുള്ളൂ. Look at what's happening. ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് There കാണുക. are specialists for deliverance. വിടുവിക്കുവാനുള്ള വിടുതലിന് പ്രത്യേക You know, somebody was the other day, I cannot tell this all in the open, somebody was telling somebody that somebody has got a curse. നിപുണത So ഉള്ളവരുണ്ട്. that person should go to some preacher and name the preacher. I can't use those names so that person can be delivered. ആളിന്റെ ജീവിതത്തിൽ ഒരു ശാപമുണ്ട്. ആ ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിന് ആ വ്യക്തിയുടെ അടുക്ക പോയാൽ ശരിയാകുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള നിപുണരൊക്കെ എല്ലായിടത്തും You ഉണ്ട്. know, I want to tell you, saints of God, ഇതൊരു വാസ്തവം തന്നെയാണ് വിശുദ്ധന്മാരെ. and I thank God I'm delivered from this system. ഈ I've been ഈ part of വ്യവസ്ഥയിൽ that. നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടിരിക്കുന്നതിന് In ദൈവത്തിന് സ്തോത്രം. 1978, sorry, I'm taking you back into the history. Young man doing his secular job. ഞാൻ I got an opportunity to go to Singapore. I won't tell the institute's name. 1978 I was supposed to വന്നിട്ട് go ഒരു to Singapore യുവാവായിട്ട് to do എനിക്ക് a course സിംഗപ്പൂരിലേക്ക് there for 1 month. പോകുവാനും ഒരു മാസം കോഴ്സ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. Yeah. And it's a well-known institute. അത് വളരെ I won't tell the name of the institute. വളരെ അറിയപ്പെടുന്ന ഒരു And ഇൻസ്റ്റിറ്റ്യൂട്ടിൽ lot of പോകാനാണ് people, some ആഹ്വാനം important ലഭിച്ചത്. men from Christian background in India, they all were to go. ഈ ഇന്ത്യയില് And please, brother, don't use that name. All right, then what happened? फिर क्या हुआ? I could not get my passport because I was in the government. And as a result of that, you know, and some others could not go.
the whole faculty moved from Singapore to India, Delhi. ഇവിടുന്ന് സിംഗപ്പൂരിൽ പോകേണ്ട പലർക്കും ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്ക് And വിസ the course കിട്ടാത്ത was കാരണത്തെ Indian കൊണ്ട് Social Institute. ആ കോഴ്സ് വന്ന് That's ഇന്ത്യയിലോട്ട് where the മാറ്റപ്പെട്ടു. course was conducted. A lot of big people, were there in that. സോഷ്യൽ And there ഇൻസ്റ്റിറ്റ്യൂട്ട് was എന്ന് പറഞ്ഞ also one സ്ഥലത്താണ് brother അത് from the army, ex-army, നടന്നത്. Colonel Thomas. അവിടെ എക്സ് And so ആർമിയിലുള്ള many others ഒരു were കേണൽ there. തോമസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റു Some പലരും reverends ഉണ്ടായിരുന്നു. were there, and everybody was there. പല ദൈവദാസന്മാർ And അവിടെ what is ഉണ്ടായിരുന്നു. the course all about? ഈ കോഴ്സ് എന്തിനെ കുറിച്ചായിരുന്നു? You know the conferences happening? The executives and the chief men are called, they are trained, and they are given with a handbag to go out. ഇന്ന് കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ട് The same strategy. അവരെല്ലാം ട്രെയിനിങ് No, I കൊടുത്തു didn't know the കഴിഞ്ഞിട്ട് truth in those days. വെളിയെ പോകുന്നതിനായിട്ടാണ് അവരെ ആഹ്വാനം ചെയ്യുന്നത്. I was part of the training. ആ ട്രെയിനിങ്ങിന്റെ ഒരു A lot of ഭാഗമായിരുന്നു ഞാൻ. material they gave. അവർ അതിനുവേണ്ടി പല One മെറ്റീരിയൽസും preacher കൊടുത്തു. was from Pakistan, ഒരു and he was a bishop, ആ, Reverend so and so. ഒരു ഫാക്കൽറ്റി പാകിസ്ഥാനിൽ നിന്നുള്ള ആളായിരുന്നു. We had people from all over the world as teachers. ഈ ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് വന്ന ഉപദേശകന്മാരുണ്ടായിരുന്നു. And I was newly baptized in the Holy Spirit. ആ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ പുതുതായി സ്നാനം പ്രാപിച്ച ഒരു And I had a വ്യക്തിയായിരുന്നു. real argument with some of the leaders. അവരിൽ ചിലരോട് ചില കാര്യങ്ങളിൽ എനിക്ക് സംവാദമുണ്ടായി. What I'm trying to say is that ഞാൻ I പറയുവാൻ realized the താല്പര്യപ്പെടുന്നത് hollowness of the whole thing, though I had not come into this truth yet. ഈ സത്യത്തിലേക്ക് ഞാൻ അപ്പോൾ കടന്നു വന്നിരുന്നില്ലെങ്കിൽ തന്നെയും that ആ whole കാര്യങ്ങളുടെ course was ഫലശൂന്യത എനിക്ക് അറിയാമായിരുന്നു. ആ കോഴ്സ് Certificates കഴിഞ്ഞു, were given. We had a സർട്ടിഫിക്കറ്റ്സ് എല്ലാം glorious നൽകി, ending of the course, and വളരെ all that was over. മഹനീയമായി ആ And ട്രെയിനിങ് അവസാനിച്ചു. the strategy was nothing else. The plan was nothing else. Like executives, you go and do the work of God. You're given with the tools and the literature. ദൈവത്തിന്റെ You've been വേല taught about. ചെയ്യുന്നതിനായിട്ട് You're taught about even Christian writing. ഈ Articles, ടൂൾസും how to മറ്റെല്ലാം write Christian കൊടുത്തിട്ട് So many ഞങ്ങളെ things were taught. അയക്കുകയായിരുന്നു. What I'm trying to say is that, brothers and sisters, വിശ്വന്മാരെ, ഞാൻ നിങ്ങളോട് പറയുവാൻ this ആഗ്രഹിക്കുന്നു, is the way that people are mobilizing. ഇങ്ങനെയാണ് ആളുകളെ ഇന്ന് ജനങ്ങൾ ചേർത്തുകൊണ്ടിരിക്കുന്നത് ശത്രുവിന്റെ സേനയ്ക്ക് വിരോധമായിട്ട് പോരാടുന്നതിനായിട്ട്. ശ്രദ്ധയോടെ കേൾക്കുക. Brother, you're still there? No, please. तो ये तौर तरीका, ये जो रणनीति है, Yes. इसके द्वारा वो तैयार करते हैं लोगों को कि संसार के और जो आकाश की शक्तियों के विरोध में लड़ने के लिए. Yes. Saints of God. Today, when വിശ്വന്മാരെ, we look around, ഇന്ന് And then what നാം happened? കാണുമ്പോൾ in 1982, by the time I came into full-time ministry, 1988 and then God began to open my ദൈവം എന്റെ eyes. കണ്ണുകളെ തുറക്കുവാൻ തുടങ്ങി. And 79 ഞാൻ പൂർണ്ണസമയ My tickets കർത്താവിന്റെ came to go to ശുശ്രൂഷയിലേക്ക് വന്നു. Singapore. അപ്പോഴെനിക്ക് സിംഗപ്പൂരിൽ പോകാൻ In those days, അവര് my വന്നിട്ട് brother was working with Air India. ടിക്കറ്റ് കൊടുത്തു. അന്ന് എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സിംഗ് He said, എന്നായിരുന്നു. brother, you should go. ആ സഹോദരൻ പറഞ്ഞു, ticket. തീർച്ചയായിട്ടും പോണം, ഫ്രീ ടിക്കറ്റ് Please stay കിട്ടിയതല്ലേ, for 1 month. ഒരു മാസം അവിടെ Okay, താമസിക്കാം, വേറെ You are എന്താണ്, out of your government job. ഇപ്പോഴ് And ഗവൺമെന്റ് ജോലിയിൽ he നിന്ന് said, വെളിയെ I'm going വന്നിരിക്കുകയാണല്ലോ to help സഹോദര, you to get passport. ഞാൻ പാസ്പോർട്ടിന് വേണ്ടി So ഹെൽപ്പ് ചെയ്യാമെന്ന് first time I പറഞ്ഞു. had my passport in 82. അങ്ങനെയാണ് 82 ആദ്യമായിട്ട് എനിക്ക് പാസ്പോർട്ട് ഉണ്ടായത്. Finally, I said to Brother Singh, അവസാനം സഹോദരൻ brother, സിംഗിനോട് I ഞാൻ don't പറഞ്ഞു, want to go. പോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, Brother, your passport is with you. Your പാസ്പോർട്ട് tickets have come. കിട്ടി, ടിക്കറ്റ് They're going to കിട്ടി, provide you stay for 1 month. ഒരു മാസം അവിടെ താമസ Why don't you go? സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. I എന്തുകൊണ്ട് said, പോയിക്കൂടാ? I'm not going. പോകുന്നില്ലെന്ന് ഞാൻ ആ സഹോദരനോട് I've പറഞ്ഞു. heard the Lord very clearly, this is not for me. ഞാൻ കർത്താവിന്റെ ശബ്ദം Why കേട്ടത് am I ദൈവം sharing these തന്റെ things ഹിതമല്ലെന്ന് with ഞാൻ us? മനസ്സിലാക്കി. Saints, when God opens your eyes, ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കുമ്പോൾ, when God shows you what is the right thing, ശരിയായ കാര്യം എന്താണ് ദൈവം നമ്മളെ then you are കാണിക്കുമ്പോൾ, not going to float around with all that is going around. നമുക്ക് ചുറ്റിലും It is നടന്നിരിക്കുന്ന not your കാര്യങ്ങളോട് നമ്മൾ ഒന്നായി opportunity, it is തരികയില്ല. not a chance you get, but it's your conviction of that understanding God has brought you into. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളൊന്നും നാം ഉപയോഗിക്കുന്നതല്ല കാര്യം, എന്നാൽ നാം ദൈവത്തോടുള്ള അനുസരണമുള്ള ഒരു ജീവിതമാണ് ജീവിക്കേണ്ടത്. And the brother who did the training with me, he became the director of that institute in India. എന്റെ കൂടെ I won't tell his ട്രെയിനിങ് name. എടുത്ത ആ സഹോദരൻ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ട് മാറി. Yeah.
What I'm trying to say is, brothers and sisters, ഞാൻ പറയാൻ a ആഗ്രഹിക്കുന്ന lot കാര്യം, of things are going on. ഇന്ന് പല കാര്യങ്ങൾ A lot സംഭവിക്കുന്നുണ്ട്. of Christian activities. ക്രിസ്തീയ പ്രവർത്തനങ്ങൾ വളരെയധികം നടക്കുന്നുണ്ട്. വളരെയധികം വിളംബരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. Lot of cutouts of the preachers. വലിയ വലിയ പ്രാസംഗികരുടെ കട്ടൗട്ട്സ് Everything is mobilized. എല്ലാ ജനങ്ങളെ Lot കൂട്ടിക്കൊണ്ടിരിക്കുന്നു. of mobilizing is going on all over the world today. ലോകം മുഴുവനും ജനങ്ങളെ ഒന്ന് Saints of ചേർത്തുകൊണ്ടിരിക്കും, God. കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. This is not going to meet God's need. എന്നാൽ ഇതൊന്നും ദൈവത്തിന്റെ ആവശ്യങ്ങളെ നിറവേറ്റുകയില്ല. God's need will be met by a company of people who will go by the measurements of God in their lives. എന്നാൽ ദൈവത്തിന്റെ അളവുകൾക്ക് തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ അളവ് പ്രകാരം പണിയപ്പെടുന്ന ഒരു ജനത്തിനാൽ മാത്രമേ ദൈവത്തിന്റെ ആവശ്യങ്ങൾ നിറവേറുകയുള്ളൂ. जाएगी वही जो है परमेश्वर की जरूरत है वो पूरा करेगा। I just brought out certain experience of my own life just to share with you എന്റെ ജീവിതത്തിലുള്ള ചില how God അനുഭവങ്ങൾ can നിങ്ങളോട് bring ഞാൻ us out പങ്കുവച്ചു. of things. എങ്ങനെയാണ് ദൈവം നമ്മളെ കാര്യങ്ങളിൽ When നിന്ന് വെളിയിൽ God brings കൊണ്ടുവന്നത്? light and understanding, ദൈവം then ഈ you വെളിച്ചത്തെ know how നൽകിയപ്പോൾ to say no to opportunities. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾക്കൊക്കെ Yes. വേണ്ട എന്ന് പറയുവാനുള്ള Yes. കൃപ അത് നൽകും. ना कहने के लिए तैयार हो जाते हैं जो चीजें हम Saints of God. വിശുദ്ധന്മാർ, Here was Gideon. ഇവിടെ God said to ഗിദെയോൻ, him, Gideon, these ദൈവം are അവനോട് too many പറഞ്ഞു, for me to deliver. വിടുവിക്കുവാൻ ഈ ആളുകൾ അധികമാണ്. These are too many for me to deliver. വിടുവിക്കുവാൻ ആളുകൾ അധികമാണ്. लाने के लिए ये बहुत Yes, they are too many for me. അവர்கள் And the Lord said unto him, എണ്ണത്തിൽ അധികമാണ്. Yes. കർത്താവ് പറഞ്ഞു, This will not work. ഇത് The hype of man ഇതുകൊണ്ടായില്ല. and the zeal of man മനുഷ്യന്റെ can't തീഷ്ണത, meet God's need. മനുഷ്യന്റെ വലിപ്പമൊന്നും Today, when you ദൈവത്തിന്റെ look ആവശ്യങ്ങളെ around, നിറവേറ്റുകയില്ല. What we see is the mobilizing of men നമ്മുടെ ചുറ്റിലും നാം in great കാണുമ്പോൾ numbers to show their strength. ഇന്ന് ആളുകൾ തങ്ങളുടെ ശക്തിയെ തെളിയിക്കുന്നതിനായിട്ട് നിറയെ ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. No measurements of God. ദൈവത്തിന്റെ അളവുകളൊന്നും അവിടെ ഇല്ല. No wisdom of God. ദൈവത്തിന്റെ ജ്ഞാനം അവിടെ ഇല്ല. No dimensions of God. ദൈവത്തിന്റെ മാതൃക ഇവിടെ ഇല്ല. Then what do we see in Gideon's life here? ഇവിടെ ഗിദെയോന്റെ ജീവിതത്തിൽ നാം എന്താണ് കാണുന്നത്? And we see what the Lord is saying in verse 3. മൂന്നാം വാക്യത്തിൽ കർത്താവ് Now എന്ത് പറയുന്നത് therefore നാം go കാണുന്നു. to proclaim in the ears of the people, saying, Whosoever is fearful and afraid, let them return and depart early from Mount Gilead. And there returned of the people 22,000. ആകയാൽ നീ ചെന്നാർക്കെങ്കിലും ഭയവും ഭീരുത്വവും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിന് പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ജനത്തിൽ 22,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. 32,000. They are too many. അവർ അധികമാണെന്ന് കർത്താവ് പറഞ്ഞു. And how true God was. ദൈവം പറഞ്ഞ കാര്യം എത്ര വാസ്തവമായിരുന്നു. The words went around, if you are fearful, go. നിങ്ങൾക്ക് ഭയം കൊണ്ടേ തിരിച്ചു പോകാമെന്നവരോട് പറഞ്ഞു. 22,000 went away. 22,000 പേര് പോയി. What is God going to use this 22,000? ഈ 22,000 പേർ Look ദൈവത്തിനാണ് at the ഉപയോഗിക്കാൻ great കഴിയും. crowd. വലിയ കൂട്ടത്തെ കാണുക. The crowds that are gathered in many places. പല സ്ഥലങ്ങളിലും കൂട്ടം കൂടുന്നുണ്ട്. Saints of God. വിശുദ്ധന്മാരെ, I remember something that happened in Rajasthan. രാജസ്ഥാനിലാണ് സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. Very മീറ്റിംഗ് strong. നടന്നുകൊണ്ടിരുന്നപ്പോൾ As one stone came, ഒരു കല്ല് വന്നപ്പോൾ everybody ran away for their lives. എല്ലാരും ഓടിപ്പോവാൻ തുടങ്ങി. We are ready to die for Christ. ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും ഒരുക്കമാണെന്ന് പറഞ്ഞാണ് പോയത്. എന്നാൽ ഒരു കല്ല് വന്നപ്പോഴത്തേനും എല്ലാരും ഓടി. Christians we have. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളാണ് ഇന്നുള്ളത്. Are you all here? നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ? Saints of God. വിശുദ്ധന്മാരെ, The Lord said, those who are fearful, please go back to your homes. ദൈവം അരുളി ചെയ്തു, നിങ്ങൾ ഭയമുള്ളവർ വീട്ടിലേക്ക് You know, തിരിച്ചു God comes on the പോകാം. scene and begins to demobilize. ദൈവം അവിടെ കടന്നു വന്ന് ആൾക്കാരെ കുറയ്ക്കുവാൻ തുടങ്ങി. Have you seen a general like this? അങ്ങനെയുള്ള ഒരു സേനാധിപതിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 135,000 is the enemy.
ശത്രു 1,35,000 32,000 is പേർ, more. Demobilized 22,000 went away. 35,000-ൽ 32,000 22,000 വരെ And his തിരിച്ചയച്ചു. measuring reed came upon the people. കർത്താവിന്റെ അളവുകോൽ അവരുടെ മേൽ വന്നു. 22,000 just left and went away. 22,000 പേർ മടങ്ങിപ്പോയി. They were fearful of dying in the battle അവർക്ക് യുദ്ധത്തിൽ മരിക്കുവാൻ ഭയമുണ്ടായിരുന്നു. and lose everything, and so they went away. അവർക്ക് നഷ്ടത്തിൽ ഭയമുണ്ടായിരുന്നു. Once again, the Lord looked upon the army of Gideon. ഗിദെയോന്റെ സേനയെ വീണ്ടും ദൈവം നോക്കി. 4-ാം വാക്യം. And the Lord said unto Gideon, people are yet too many. Only 1,000 people are left. और फिर यहोवा ने യഹോവ പിന്നെ ഗിദെയോനോട് പറഞ്ഞു, ജനം Sorry, ഇനി 10,000 അധികമാകുന്നു, people are left. 10,000 പേരെ ഇപ്പൊ ബാക്കിയുള്ളൂ. Yes. He says, the Lord said unto Gideon, people are yet too many. अभी भी बहुत है യഹോവ പിന്നെ ഗിദെയോനോട്, Bring them down ജനം ഇനി to the അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകുക. And look at these expressions. I will try them. അവിടെ വെച്ച് ഞാൻ അവരെ Or പരിശോധിച്ചു be തരാം. there, and it shall be that of whom I will say unto thee, I will say. ഇവൻ I നിന്നോടുകൂടെ will try പോകട്ടെ them. എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഞാൻ shall അവരെ go with പരിശോധിച്ചു thee. തരാം. ഇവൻ The same നിന്നോടുകൂടെ shall go with പോരേണ്ട thee, of whomsoever I say unto thee. എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരേണ്ട എന്ന് കൽപ്പിച്ചു. I. ഞാൻ പരിശോധിച്ചു തരാം, ഞാൻ അത് ചെയ്തു The തരാം. people are too many, the Lord looked at and said. കർത്താവ് അവരെ നോക്കിയിട്ട് പറഞ്ഞു, ജനം അധികമാകും. Now, what can Gideon do now? ഇപ്പോൾ ഗിദെയോൻ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? Gideon has no word. वही Amen. कहने के लिए उसके पास Gideon has no word to say to God. ഗിദെയോന് പറയാൻ ഒരു വാക്കുപോലും ഇല്ല ദൈവത്തോട്. God himself is doing things here. ഇവിടെ ദൈവം തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. God himself will single out the ones that would qualify for his army. തന്റെ സേനയ്ക്ക് യോഗ്യതയുള്ളവരെ ദൈവം തന്നെ തിരഞ്ഞെടുക്കും. ये है वे लोग जो योग्य हैं युद्ध लड़ने के And we see here in verse 5, 6, and 7. 5, 6, 7 വാക്യങ്ങളിൽ Yes, I won't read that. ഞാനത് They വായിക്കാൻ were tested in താല്പര്യപ്പെടുന്നില്ല. the waters. വെള്ളത്തിൽ അവർ പരിശോധിക്കപ്പെട്ടു. Yes, and we read here, ഇവിടെ നാം വായിക്കുന്നത് verse 7, to save time, ഏഴാം I'm വാക്യം. skipping reading these verses, we all know. And the Lord said unto Gideon, but by the 300 men that left will I save you, and deliver the Midianites into thine hand, and let all the other people go every man unto his place. യഹോവ ഗിദെയോനോട് നക്കിക്കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ശേഷം ജനമൊക്കെയും താങ്കളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. I will deliver them. ഞാൻ അവരെ വിടുവിക്കും. I will deliver you from the hands of the Midianites. മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കും. Yes. All you need is just 300 with you. നിങ്ങൾക്ക് ആവശ്യം 300 പേര് മാത്രമാണ്. 9,700 were sent away. 9,700 പേർ തിരിച്ചയക്കപ്പെട്ടു. बाजार में से बचे हुए लोगों को 300 निकाल के बाकी लोग जाने Yes, 300 were kept back and 9,700 were sent back. और 9,000 3,000 वापस कर दिया Yes. इसके बाद 300 लोगों को And the Lord said, this 300 way പേരെ I will വെച്ചിട്ട് get the victory, and all the 9,700 glory പേരെ will go തിരിച്ചയച്ചു. unto myself. और यही और तुमको എന്റെ പ്രവൃത്തികൾ മൂലം ഞാൻ എന്റെ നാമത്തിന് മഹത്വം വരുത്തുമെന്ന് താൻ പറഞ്ഞു. And later on we read that these 300 men are likened unto a loaf of barley. ഈ 300 പേരെ ഒരു ബാർലിയുടെ They are അപ്പത്തോടാണ് likened unto a loaf of barley. താരതമ്യപ്പെടുത്തിയിട്ടുള്ളത്. जो की रोटी के Yeah, all right, just leave that. So we see here very clearly और स्पष्ट रूप से हम ഇവിടെ നാം വ്യക്തമായി കാണുന്നത് that God needed only 300 against 135,000. 1,35,000 പേർക്ക് വിരോധമായി പോകുന്നതിന് ദൈവത്തിന് 300 പേരെ ആവശ്യമുള്ളത്. Saints, it's here we need to learn God's numbers. ഇവിടെയാണ് ദൈവത്തിന്റെ സംഖ്യ നാം മനസ്സിലാക്കേണ്ടത്. God's specifications.
ദൈവത്തിന്റെ മാതൃക, ദൈവത്തിന്റെ His അളവുകൾ, measurements for His church. തന്റെ സഭയ്ക്കായിട്ടുള്ള ദൈവത്തിന്റെ അളവുകളെ നാം No, it looked മനസ്സിലാക്കേണ്ടത് like a എവിടെയാണ്? suicide, charge given to even Gideon. ഗിദെയോന് 300 നൽകിയ people ദൗത്യം against 1,35,000. അത് വന്നിട്ട് ഒരു ആത്മഹത്യക്ക് സമാനമായതായിരുന്നു. में लड़ने के लिए एक ऐसी 300 men against a great multitude of fierce warriors. 1,35,000 ശക്തന്മാരായ പടയാളികളോട്, ഒരു സേനയോട് പോരാടുന്നതിന് 300 പേർ മാത്രം. के सामने एक एक बड़े योद्धा और भयभीत करने वाले योद्धा. But remember, the 300 had God on their side. എന്നാൽ 300 പേരുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അതായിരുന്നു അവർക്ക് ആവശ്യം. परमेश्वर वो 300 लोगों के साथ. Yes. And it looked like a funny thing, isn't it? അത് The way they went in. ഒരു തമാശയായി തോന്നി. When we turn to the chapter 7, 7-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ verse 16. 16-ാം വാക്യം. I'm little scared that the time is running very fast. But please be with me. Don't go away. There's a table of the Lord afterwards. All right, സമയം so അല്പം please, കടന്നുപോയി. I cannot stop it എന്നാലും anywhere നമുക്ക് now. ശ്രദ്ധയോടെ I need to go ദൈവസന്നിധിയിലായിരിക്കാം. on. All right, കർത്താവിന്റെ so bear with me. Just I'll മേശയെ try to നമുക്ക് be very, മുമ്പിലുണ്ടാകും. very fast and short. Verse 16, and he divided the 300 men into 3 companies. Now 3 and 300, right? അനന്തരം അവൻ 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ച് Yes. 300 men into 3 companies, and he put a trumpet every man's hand with empty pitchers and lambs within the pitchers. No, brother, we won't read in Hindi for want of time. Sorry about it. And he said unto them, look on me and do likewise. And behold, when I come to the outside of the camp, it shall be that as I do, shall ye do. Right? 16, So they 17, were in 18 such വചനങ്ങൾ. symphony and harmony in oneness. അവர்கள் എല്ലാവരും That's one thing ഒന്നായിരുന്നു, about God's എല്ലാവരും ഒന്നിച്ച് Yes, okay. ആണ് മുൻപോട്ട് പോയത്. And it says again, verse 18, when I blow with a trumpet, I and all that are with me, then blow ye the trumpets also on every side of all the camp, and say, the sword of the Lord and of Gideon. So we see that instructions were given by Gideon. നിർദ്ദേശങ്ങൾ ഗിദെയോനാൽ നൽകപ്പെട്ടു. गिदोन के द्वारा Yes. And they blew the trumpet, उन्होंने അവർ കാഹളമൂതി broke the pitchers കുടങ്ങളെ that were ഉടച്ചു. in their hands. കയ്യിലുണ്ടായിരുന്ന കുടങ്ങളെ ഉടച്ചു. They broke the pitchers, the vessels. കയ്യിലുണ്ടായിരുന്ന കുടങ്ങളെ അവർ ഉടച്ചു. उन्होंने मटके तोड़े. Yeah, madke thode, so that the light may be visible. അകത്തുള്ള All these പന്തം things they were doing കാണുന്നതിന്. before the enemy. ഇതെല്ലാം അവർ ചെയ്ത് ശത്രുവിന്റെ മുമ്പിലായിരുന്നു. They were defenseless. അവർക്ക് പ്രതിരോധമില്ലായിരുന്നു. It looked like a foolish way of fighting a war. ഇത് ബുദ്ധിശൂന്യമായ ഒരു വഴിയായിരുന്നു യുദ്ധം ചെയ്യുന്നതിന്. Yes. But remember, all these were the instructions of God. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ ചെയ്തത്. And believe, let me tell you, God is enough for us. Amen. നമുക്ക് ദൈവം മാത്രം മതി. ആ കാര്യം നാം ഓർക്കണം. To fall in line with His measurements, His mind is far more important than anything of man and man's counsel. ദൈവത്തിന്റെ അളവിനും ദൈവത്തിന്റെ ചിന്തയ്ക്കും അനുസരിച്ച് പോകുന്നതാണ് ആവശ്യം. Yes. മനുഷ്യന്റെ ബുദ്ധിക്കും മനുഷ്യന്റെ ആലോചനയ്ക്കും അനുസരിച്ചല്ല. And Gideon never needed numbers. ഗിദെയോൻ ആവശ്യം സംഖ്യയല്ലായിരുന്നു. सेना के संख्या की बड़ी आवश्यकता नहीं. 99% of people were sent back. 99% ആൾക്കാരും തിരിച്ചയക്കപ്പെട്ടു. सेना भेज दी गई थी. Of all who started the journey, യാത്ര ആരംഭിച്ചവരിൽ the journey ഭൂരിപക്ഷം മടക്കി started അയക്കപ്പെട്ടു. 32,000. 32,000 പേരോടാണ് But ആരംഭിച്ചത്. 99% of people have gone back. 99% തിരിച്ചയക്കപ്പെട്ടു. Amen. You understand what I'm ഞാൻ saying? പറഞ്ഞത് എന്താണെന്ന് There are many who മനസ്സിലാകുന്നുണ്ടോ? begin the journey
പലർ യാത്ര But those who ആരംഭിച്ചു, last the journey will be very less. എന്നാൽ യാത്ര അവസാനിപ്പിക്കുന്നവർ തികച്ചും It's a കുറവായിരിക്കും. reality, saints of God. Hold ഇതൊരു on to the word of God. വാസ്തവമാണ്. വിശുദ്ധന്മാരെ, ദൈവവചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. But through this, എന്നാൽ ഇതിലൂടെ there is going to be a deliverance for Israel. ഇസ്രായേലിനൊരു വലിയ വിടുതലുണ്ടാവും. The 300 men were key for that deliverance. ആ വിടുതലിന് ഈ 300 പേരായിരുന്നു For divine താക്കോൽ. deliverance, 300 was important. It was a supernatural number of deliverance. ദൈവത്തിന്റെ വിടുതലിന്, അമാനുഷിക ശക്തി കൊണ്ടുള്ള ആ വിടുതലിന് 300 എന്ന Saints of സംഖ്യ God, the അനിവാര്യമായിരുന്നു. measurements of the body of Christ is such, the instructions of God for the body of Christ is such. I want to tell you, that vessel is bound to bring deliverance കർത്താവിന്റെ and ശരീരമായ safety for those who സഭയ്ക്കായിട്ടുള്ള are within the vessel. അളവുകളും നിർദ്ദേശങ്ങളും Yes. തികച്ചും വ്യത്യസ്തമാണ്. എന്നാൽ അത് വന്നിട്ട് ഈ പാത്രത്തിനുള്ളിലിരിക്കുന്ന എല്ലാവർക്കും remember, God സുരക്ഷിതത്വം chose നൽകുവാൻ 300. പര്യാപ്തമാണ്. Not to show how mighty they were, 300 പേരെ ദൈവം തെരഞ്ഞെടുത്ത് but അവരെത്ര to ശക്തന്മാരെന്ന് demonstrate കാണിക്കുന്നതിനല്ല. that in the weakness of man, he himself will be glorified. മനുഷ്യന്റെ ബലഹീനതയിൽ ദൈവം മഹത്വപ്പെടുന്നത് കാണിക്കുന്നതിനായിട്ടാണ് Now, ദൈവം അങ്ങനെ that's ചെയ്തത്. what God wanted to demonstrate. അതായിരുന്നു ദൈവം വെളിപ്പെടുത്തുവാൻ The ആഗ്രഹിച്ചത്. glory and the might of God. ദൈവത്തിന്റെ Not of man. മഹത്വവും ദൈവത്തിന്റെ ശക്തിയും And then വെളിപ്പെടണമെന്ന് താൻ God uses ആഗ്രഹിച്ചു. weak vessels, അതിന് ദൈവം ബലഹീന പാത്രങ്ങളെയാണ് but ഉപയോഗിച്ചത്. vessels that will accept and obey the word of the Lord. ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുകയും അനുസരിക്കുകയും With a ചെയ്യുന്നു. lamb and a pitcher, ഒരു and a കുടവും trumpet, they went forth to പന്തവും और उन्होंने जो उन അതുപോലെ കാഹളവും കൊണ്ട് അവർ യുദ്ധത്തിന് പോയി. yes, that was all that they needed, അവർക്ക് ആവശ്യം അത് മാത്രമായിരുന്നു. because the battle was the Lord's. എന്തുകൊണ്ടെന്നാൽ യുദ്ധം The യഹോവയ്ക്കുള്ളതാണ്. battle was the Lord's. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. All they needed was these few things. അവർക്ക് ഈ ചില കാര്യങ്ങൾ മാത്രമേ ആവശ്യമുണ്ടായിരുന്നു. That the excellency of the power of God may be made manifest. ദൈവത്തിന്റെ അപാര ശക്തി വെളിപ്പെടുന്നതിനായിട്ട്. Paul says in 2 Corinthians chapter 4 and verse 7, 2 we കൊരിന്ത്യർ have treasure in these earthen vessels. 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന പോലെ നമുക്ക് ഈ मट्टी के बर्तनों में जो है परमेश्वर That the excellency of the power may be of God and not of us. ഈ മഹിമാധനമുള്ളത് മൺപാത്രങ്ങളിലാണ്. तो परमेश्वर की ओर से है ആകയാൽ lamb within the അതിന്റെ pitcher. മഹത്വം ദൈവത്തിനായിരിക്കുന്നുള്ളതിനായിട്ട്. A lamb within the pitcher. और കുടത്തിനകത്ത് ഒരു വെളിച്ചം. लोगों के मध्य में है No. A lamb, കുടത്തിനകത്ത് ഒരു വെളിച്ചം, ഒരു പന്തം. जो कि मटके के अंदर yes. And the pitcher had to be broken. और उस ആ फिक्र को तोड़ देना പാത്രം ഉടയ്ക്കപ്പെടുന്നത്, കുടം ഉടയ്ക്കപ്പെടാൻ And വേണ്ടിയത്. only when the vessel is broken, the pitcher is broken, the light becomes visible. കുടം ഉടയ്ക്കപ്പെട്ടപ്പോൾ വെളിച്ചം വെളിയിൽ വന്നു. तो फिर जीवन और प्रकाश दिखता है Yes. Amen. Amen. That earthen vessel, ആ മൺപാത്രം, that weak vessel is able to, when it's broken, the light is visible. ആ മൺപാത്രം, ആ മൺകുടം ഉടയ്ക്കപ്പെട്ടപ്പോൾ ഉള്ളിലുള്ള വെളിച്ചം വെളിപ്പെട്ടു. जो ज्योति है प्रकाश प्रकट And they shouted the sword of the Lord and of Gideon. അവർ घोषणा की യഹോവയുടെ വാളെന്നും ഗിദെയോന്റെ വാളെന്നും ഉച്ചത്തിലാർത്തു. There are so many verses here for want of time. ഇവിടെ പല വാക്യങ്ങളുണ്ട്. നേരെ കുറവ് കാരണം അതിന്റെ 7-ാം അധ്യായം 7-ാം വാക്യം, 8-ാം വാക്യം, Verse 16, 16, verse 20, verse 22. 20, 22. You read these verses. ഈ വാക്യങ്ങളെ നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്കത് വളരെ പ്രോത്സാഹനം നൽകും. Using these 300 men. ഈ 300 പേരെ ദൈവം ഉപയോഗിച്ച വിധത്തെ നമുക്ക് അവിടെ And കാണുവാൻ കഴിയും. finally, we see അവസാനമായിട്ട് നാം that കാണുന്നത് enemy was routed. ശത്രു പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. द्वारा परमेश्वर ने उस शत्रु को धराशायी किया Yes, routed by the Lord. കർത്താവിനാൽ ആ The enemy ശത്രു was routed. പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. In their confusion, അവരുടെ ആശയക്കുഴപ്പത്തിൽ, അവരുടെ ആശയക്കുഴപ്പത്തിൽ and actually destroyed themselves. അവർ തങ്ങളെ തന്നെ നശിപ്പിച്ചു. We see in chapter 7 verse 22, 7:22 നാം ഇങ്ങനെ വായിക്കുന്നു. 22-ാം വാക്യം and the നമുക്ക് വായിക്കാം. 300 blew the trumpets, and the Lord set every man's sword against his fellow, even throughout all the host, and the host fled to Bethshitta in Sererath,
and to the border, and it goes on. So we see they were in utter confusion. അവർ വലിയ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു എന്ന് 22-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. और एक दूसरे को उन्होंने मारा. And they destroyed themselves. അവർ അന്യോന്യം പോരാടി You know, അന്യോന്യം God's നശിപ്പിക്കുവാൻ battle തുടങ്ങി. strategy against the enemy is to throw them into confusion. Remember this. ദൈവത്തിന്റെ യുദ്ധതന്ത്രം ശത്രുക്കളെ തമ്മിലടിപ്പിക്കുക, ശത്രുക്കളെ വന്നിട്ട് ആശയക്കുഴപ്പത്തിലാക്കുക എന്നതാണ്. गफलत पैदा कर देते. Every man's sword was against his fellow, ഓരോരുത്തന്റെയും വാൾ തന്റെ കൂട്ടുകാരന്റെ നേരെയായി. even throughout all the hosts. മിഥ്യാന്യരുടെ പാളയത്തിലെല്ലാം Satan has, we see this strategy of God. ഇതാണ് ദൈവത്തിന്റെ യുദ്ധതന്ത്രം, ദൈവത്തിന്റെ ജ്ഞാനം. Confusing the enemy that they destroyed themselves. ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കി അവർ അന്യോന്യം പോരാടി നശിച്ചു. Satan has effectively used this strategy by bringing division and confusion in the midst of God's people. ദൈവജനങ്ങളുടെ മധ്യത്തിൽ വന്നിട്ട് വിഭജനത്തെ കൊണ്ടുവന്ന് ശത്രു Yes. ആ ഉപകരണത്തെ But ഉപയോഗിച്ചു. all that is going to be reversed in these end times, believe me. എന്നാൽ ഈ അന്ത്യകാലങ്ങളിൽ ആ കാര്യങ്ങളെല്ലാം നേരെ എതിരായി That which മാറും. the enemy has been doing all these years will be reversed by a people who will fall into the measurements of God, and God will reverse it. The enemy himself will destroy. കഴിഞ്ഞ നാളുകളിലെല്ലാം ശത്രു ദൈവജനങ്ങളെ വിഭജിച്ചുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ശത്രുവിന്റെ തന്ത്രത്തെ ഈ അന്ത്യകാലുകളിൽ ശത്രുവിന്റെ പാളയത്തിൽ ദൈവം ഉപയോഗിച്ച് അവർ അന്യോന്യം പോരാടി തോറ്റുപോകുന്ന സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവരും. उनके अंदर पैदा होगी और वे नाश कर. Yes. Now turn with me to the book of Joel. യോവേലിന്റെ പുസ്തകം അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. യോവേലിന്റെ പുസ്തകം Chapter 2. 2-ാം അധ്യായം. Everything is going to be reversed. എല്ലാ കാര്യങ്ങളും Every strategy the enemy has been using to divide, ശത്രു ഉപയോഗിച്ച to come against തന്ത്രങ്ങളെല്ലാം God's അവന് people, through വിരോധമായിട്ട് ദൈവം confusion and ഉപയോഗിക്കുവാൻ പോവുകയാണ്. division, it's going to be changed in this end time. അവൻ വിഭജനത്തെ കൊണ്ടുവരുന്നത് ദൈവജനങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിച്ച് അവന്റെ വഴികളെ തന്നെ അവന്റെ മേൽ ദൈവം വരുത്തുമാറാക്കും. Chapter 2 and verse 7. 2-ാം അധ്യായത്തിന്റെ It 7-ാം talks about വാക്യം. the army here. ഇവിടെ ദൈവത്തിന്റെ They shall run like mighty സേനത്തെ men. കുറിച്ചാണ് നാം They വായിക്കുന്നത്. shall climb the wall like men of war, and they shall march everyone on his ways, and they shall not break their ranks. Hallelujah. അവർ വീരന്മാരെ പോലെ ഓടുന്ന യോദ്ധാക്കളെ പോലെ മതിൽ കയറുന്നു. അവർ പാത വിട്ടുമാറ താന്താന്റെ വഴിയിൽ നടക്കുന്നു. ഇതാണ് കർത്താവിന്റെ സേനയിൽ നാം കാണുന്നത്. Just as I do. ഞാൻ ചെയ്യുന്നത് പോലെ Just ചെയ്യാന്ന് as I do, I tell you. ഞാൻ പറയുന്നത് പോലെ ചെയ്യാന്ന് Every ഗിദെയോൻ man walking തന്റെ സേനയോട് in his കൽപ്പിച്ചു. path that has been given to him, തനിക്ക് നൽകപ്പെട്ട ആ സ്ഥാനത്ത് ആ പാതയിൽ not ഓരോരുത്തരും breaking നടന്നു. their rank, ആ walking in step, ആ അണികളെ walking in obedience. തെറ്റിക്കാതെ അനുസരണത്തിൽ അവർ നടന്നു. God will have an army like that in these end times. അങ്ങനെയുള്ള ഒരു അണി ഒരു church സേന shall be a ദൈവത്തിനുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സേനയാണ് in ദൈവം number, ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. But in their quality, അനേകരല്ല, they will എന്നാൽ obey അവരുടെ the word of the Lord. അവരുടെ ക്വാളിറ്റി As അങ്ങനെയായിരിക്കും. Gideon's army was. ഗിദെയോന്റെ They did സേനയെ exactly പോലെ as it was ആയിരിക്കും. told to them. അവർ എങ്ങനെ അവരോട് പറഞ്ഞതുപോലെ അവർ ചെയ്തു, അതുപോലെ ആയിരിക്കും കർത്താവിന്റെ സേന They will അന്ത്യനാളുകൾ. not be divisive. അവർ വിഭജിക്കപ്പെട്ടവരായിരിക്കും. God is going to turn the tables at the end. ഈ അന്ത്യനാളുകൾ ദൈവം ശത്രുവിന്റെ What തന്ത്രങ്ങളെ Satan അവന് used വിരോധമായിട്ട് all these തിരിക്കുവാൻ പോവുകയാണ്. centuries, ഈ നൂറ്റാണ്ടുകളിലെല്ലാം ദൈവജനങ്ങൾക്ക് വിരോധമായിട്ട് ദൈവജനത്തെ വിഭജിക്കുവാനും ആശയക്കുഴപ്പമുണ്ടാക്കുവാനും ഉപയോഗിച്ച അവന്റെ ആയുധങ്ങളെ by all these ദൈവം strategies. അവന് വിരോധമായിട്ട് ഉപയോഗിക്കും. Hallelujah. के दिनों में कि वे तो ना तो खंडित होंगे और वे एक होंगे और शत्रु की हर एक जो बंटवारा लेके आने वाली, गफलत पैदा करने वाली जो चालें थी सदियों से, उन सारी चीजों को पलट किया जाएगा. God is going to reverse it in the day of the Lord. ദൈവം ഇന്ന നാളുകളിൽ അവന്റെ തന്ത്രങ്ങളെ അവന് God will have വിരോധമായിട്ട് this തിരിക്കും. one new man.
ദൈവത്തിന് തീർച്ചയായിട്ടും ഒരു പുതിയ As we read മനുഷ്യനുണ്ടായിരിക്കും. in Ephesians chapter 2, and എഫേസ്യലേഖനം 2-ാം 15 God വാക്യത്തിൽ will വായിക്കുന്നത് have പോലെ his new man in Christ Jesus. കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിന് ഒരു പുതിയ The one new മനുഷ്യനുണ്ടായിരിക്കും. man in Christ Jesus. ക്രിസ്തുവിലുള്ള ആ പുതിയ മനുഷ്യൻ Saints of God with all the measurements of God. കർത്താവിന്റെ അളവുകൾക്ക് Amen. അനുസൃതമായി പണിയപ്പെടുന്ന Amen. മനുഷ്യൻ. Amen. ആമേൻ. 300 cubits, 30 cubits. 300 അടി 300 മുഴം നീളം, 50 हाथ और 30 30 അടി Saints of God. 30 മുഴ Saints of ഉയരം. God. വിശുദ്ധന്മാരെ, The hosts of Satan began to tremble. ശത്രുവിന്റെ സേന And they were thrown into a ഭയപ്പെടുവാൻ confused തുടങ്ങി. state ആശയക്കുഴപ്പത്തിലായി. of self-distraction. അവർ അന്യോന്യം പോരാടി തങ്ങളെ തന്നെ നശിപ്പിച്ചു. When they were confronted with the people who are walking in obedience, കർത്താവിനോടുള്ള അനുസരണം നടക്കുന്ന ജനത്തെ അവർ in the അഭിമുഖീകരിച്ചപ്പോൾ, obedience of Christ, ക്രിസ്തുവിന്റെ അനുസരണത്തിൽ നടക്കുന്ന അവരെ അഭിമുഖീകരിച്ചപ്പോൾ, the measurements of Christ, കർത്താവിന്റെ ക്രിസ്തുവിന്റെ അളവുകൾക്ക് തങ്ങളെ in ഏൽപ്പിച്ചു the way കൊടുത്തവർ, of the cross, ക്രൂശിന്റെ വഴിയിൽ നടന്നവർ, a people in his measurement, തന്റെ അളവിലുള്ള ഒരു ജനം, a people in his stature. തന്റെ അളവിലുള്ള ആ ജനം. And everybody said, Glory to God. അവർ Everybody said, അവർക്ക് മുമ്പിൽ ശത്രു Everybody who നശിപ്പെട്ടു. എല്ലാവരും understood പറഞ്ഞു, said, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് Glory to മഹത്വം, God. ദൈവത്തിന് Can I മഹത്വം. stop? അത് മനസ്സിലായവരെല്ലാം You പറഞ്ഞു, want to be ദൈവത്തിന് part of മഹത്വം. this company? ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തിന്റെ ഭാഗമായിരിക്കും നിങ്ങൾ Shaking head will ആഗ്രഹിക്കുന്നു. not do it. തലയാട്ടിയത് കൊണ്ട് കാര്യമില്ല. May God help us. ദൈവം നമ്മളെ The സഹായിക്കുമോ? challenge, ഇതൊരു വലിയ വെല്ലുവിളിയാണ്. നമ്മളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ. more to the building of the ark. ഈ പെട്ടകത്തിന്റെ That's the പണിക്ക് only way. അതാണ് ഒരേ ഒരു വഴി. That's the only way അതാണ് ഒരേ ഒരു വഴി. you can be brought out of this world. അപ്പോൾ out of this മാത്രമേ ഈ ലോകത്തിൽ നിന്നും സ്വീയ ജീവിതത്തിൽ നമുക്ക് വെളിയെ വരുവാൻ കഴിയുകയുള്ളൂ. Oh, may God help us. ദൈവം നമ്മളെ God സഹായിക്കുമാറാണ്. is building കർത്താവ് തന്റെ സഭയെ for പണിഞ്ഞുകൊണ്ടിരിക്കും. himself. ദൈവം തനിക്കായിട്ട് Shall we ഒരു all stand? I'm sorry സഭയെ I took a little longer പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. time today. ഇന്നൊരു അല്പം നീണ്ട സമയം എടുത്തു. May God help. I hope ദൈവം that നമ്മളെ will benefit us. സഹായിക്കുമാറാണ്. നമുക്ക് പ്രയോജനകരമായിരുന്നു ഞാൻ That's my വിശ്വസിക്കുന്നു. prayer. Shall we all ദൈവം stand? നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. What we need is not human strategies, human ideas concerning his church, concerning the work of God, concerning evangelism, concerning this, that, all that's floating around today. How often we are getting, kind of enticed by these things. Curious about this. And you know that in the internet you can go all over the world and then come tired, weak on Sunday morning because you are reading somebody, you are watching somebody on the net, losing out whatever little you had. May God save you from confusion. Praise God. Let's look unto the Lord in prayer.